ഒരു 2 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് പേര് വന്നിട്ടുണ്ട്. പറഞ്ഞോ. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. Okay, good evening all. Thank you for all joining here. Yeah, start here. Okay, anyhow, I think you can see the screen, right? Alan sir, screen is visible, right? sir, screen കാണാൻ പറ്റുന്നുണ്ട്. Okay, fine. So thank you for all for joining here. ഇന്ന് നിങ്ങൾക്ക് സെഷൻ എടുക്കുന്നത് നമ്മുടെ അലൻ ജോണി സർ ആണ്. അദ്ദേഹം നെറ്റ്വർക്ക് എഞ്ചിനീയർ ആണ്, മാത്രമല്ല സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് ആണ്. ഒരുപാട് വർഷം, ഏകദേശം ഗോയിങ് ടു കംപ്ലീറ്റ് ഫോർ 10 years ആയി അദ്ദേഹം എഞ്ചിനീയറിംഗ് ആൻഡ് സൈബർ സെക്യൂരിറ്റി ഫീൽഡിൽ ഒരുപാട് കമ്പനീസിൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രൊജക്ടുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കിയാൽ അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ടാവും. ലിങ്ക്ഡിനിലും ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് അദ്ദേഹത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50ഓളം പ്രൊജക്ടുകൾ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്.
മാത്രമല്ല ക്യുനൈറ്റ്സിൽ അദ്ദേഹം നല്ല കോൺട്രിബ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ക്യുനൈറ്റ്സ് അക്കാഡമിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ പ്രൊജക്ട് നടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സൈബർ സെക്യൂരിറ്റിയിലെ ടിപ്സും അപ്ഡേറ്റ്സും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആൻഡ് അദ്ദേഹം ചെയ്തിട്ടുള്ള ഓരോ പ്രൊജക്ടുകളും ഒക്കെയാണ് ഈ കാണുന്നത്. എനിവേ ഐ എം നോട്ട് വേസ്റ്റിംഗ് യുവർ ടൈം. I'm not going to waste your time. So, yeah, welcome, Alan sir. Over to you. Thank you all. Okay, thank you, sir. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DDoS ആണ്. DDoS അറ്റാക്ക് ആൻഡ് അതിൻ്റെ സിമുലേഷൻ നമ്മൾ ഉണ്ടാക്കും, എന്നിട്ട് അതിൻ്റെ അറ്റാക്കും അതിൻ്റെ പ്രിവെൻഷൻ എങ്ങനെ. അപ്പോൾ ആദ്യം ബേസിക് തൊട്ട് പഠിക്കുവാണെങ്കിൽ ഞാനൊരു സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം. ടോപ്പിക്ക് ഐ തിങ്ക് എല്ലാവർക്കും ടോപ്പിക്ക് കിട്ടിയിട്ടുണ്ടെന്നായിരിക്കും. ഇതാണ് നമ്മുടെ ടോപ്പിക്. ഓക്കെ, അപ്പം അറ്റാക്കിങ് നിങ്ങൾക്ക് മനസ്സിലാവും, സിമുലേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ് ഈ DDoS എന്ന് പറഞ്ഞൊരു സംഭവം എന്താണെന്നാണ് അറിയേണ്ടത്. എന്നാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ, ഇന്നത്തെ ലാബ് എന്താണെന്ന് നമുക്കിന്ന് മനസ്സിലാകത്തുള്ളൂ. സോ നിങ്ങളെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നവരായിരിക്കും എനിക്ക് തോന്നുന്നത്. കുറച്ച് പേര് ചിലപ്പം ഹൈ ലെവലിലുള്ള ആളുകളായിരിക്കും, കുറച്ച് പേര് ബിഗിനേഴ്സ് ആയിരിക്കും, കുറച്ച് പേര് ഇൻ്റർമീഡിയറ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ബിഗിനിങ് തൊട്ട് തന്നെ പോവാം. ഇപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ആരെങ്കിലും DDoS എന്ന് പറഞ്ഞ് ഈ കൂട്ടത്തിൽ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? DDoS ഈ കൂട്ടത്തിൽ ചാറ്റിലിട്ടാലും മതി, ഞാൻ ചാറ്റ് കാണുന്നുണ്ട്. അപ്പം ചാറ്റിലിട്ടാലും മതി, സംസാരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല, ചാറ്റിലിട്ടാലും മതി. DDoS അറിയുകയാണെങ്കിൽ യെസ് എന്ന് പറഞ്ഞു കൊടുക്കുക, അറിയില്ലെങ്കിൽ നോ എന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് യാതൊരു ഇഷ്യൂ ഇല്ല. ആരെങ്കിലും ഇടാ ഈ കൂട്ടത്തിൽ ആരെങ്കിലും? അഭിനെ പറഞ്ഞോടാ. നോ. ഓക്കെ, വേറെ ആരെങ്കിലും ഈ കൂട്ടത്തിൽ? ഇല്ല, ഒരാൾ മാത്രമേ റിപ്ലൈ തന്നോളൂ. നോ. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞാൽ ഓക്കെ, ആർക്കും അറിയത്തില്ല. അപ്പം ഡോസ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ട് സർവീസ് ആണ്. DDoS ഡിസ്ട്രിബ്യൂട്ട് ഡിനയൽ ഓഫ് സർവീസ് ആണ് കേട്ടോ. അപ്പം ഡോസ് ഡിനയൽ ഓഫ് സർവീസും DDoS ഡിസ്ട്രിബ്യൂട്ട് ഡിനയൽ ഓഫ് സർവീസും. അപ്പം ഈ രണ്ട് വാക്കുകൾ വിചാരിക്കുക. അപ്പം നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് DDoS ആണ്, ഡിസ്ട്രിബ്യൂട്ട് ഡിനയൽ ഓഫ് സർവീസ്. വേറെ ഒന്നല്ല, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഈ കൂട്ടത്തിൽ ആരെങ്കിലും കോളേജിലോ സ്കൂളിലോ പഠിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? അപ്പോൾ അവരുടെ എക്സാം റിസൾട്ട് നോക്കാനായിട്ട് ഓൺലൈനിൽ നിങ്ങൾ സെർച്ച് ചെയ്യാറുണ്ടോ? ഓൺലൈൻ്റെ സമയത്തായിരിക്കും നിങ്ങൾ വെബ്സൈറ്റ് മറ്റേ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വെബ്സൈറ്റ് നോക്കണേ. അപ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് വല്ല ഹാങ് ആറുണ്ടോ? നിങ്ങളുടെ വെബ്സൈറ്റ് ഹാങ് ആറുണ്ടോ? ചിലപ്പോൾ കുറേ ടൈം ഇങ്ങനെ ലോഡിങ് ആയിക്കൊണ്ടിരിക്കും, ചിലപ്പോൾ റിസൾട്ട് കിട്ടാൻ ഇച്ചിരി വൈകും, 10-15 മിനിറ്റ് വൈകും. അങ്ങനെ അങ്ങനെ അനുഭവിച്ച ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ട്? അതായത് എക്സാം റിസൾട്ടിന്റെ സമയത്ത് നിങ്ങളുടെ ID കാർഡ് ഓക്കെ, ഒരാളുണ്ട്, നെജുല, അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ വേറെ ആരെങ്കിലും ഈ കൂട്ടത്തിൽ? വേറെ ആരെങ്കിലും? പിന്നെ ഒരു കാര്യം കൂടി പറയാൻ, അഥവാ ഇവിടെ കറണ്ട് വല്ലതും പോയി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ, ബാക്കപ്പ് ഒന്ന് വരാൻ വേണ്ടി. അപ്പം നിങ്ങൾ ഇതിനകത്ത് തന്നെ ഇരുന്നാൽ മതി, ഓട്ടോമാറ്റിക്കലി തന്നെ ആയിക്കോളും. ഒരു 5 മിനിറ്റ്സ് ഒന്ന് ഡിലേ വരുന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ വേറെ ഒന്നല്ല, ഇത് അറ്റാക്കും കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യാനായി. ഇപ്പം നെറ്റ്വർക്ക് ഒക്കെ ഷട്ട് ഡൗൺ ആണെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ബാക്കപ്പ് ആയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറെ നെറ്റ്വർക്കും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ കൂട്ടത്തിൽ ഒരാളെ മാത്രമേ ഉള്ളൂ അങ്ങനെ അനുഭവിച്ചിട്ടുള്ളൂ? അഭിനെ, തൻവി, വേറെ ആരെങ്കിലും? അതായത് നിങ്ങളുടെ സിമ്പിൾ ആയിട്ടുള്ള കേസായത്, അതായത് എക്സാമിൻ്റെ സമയത്ത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ടൈപ്പ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ നോക്കുമ്പോൾ 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ചിലപ്പം ആ വെബ്സൈറ്റ്, നിങ്ങളുടെ എക്സാമിന് റിസൾട്ട് നോക്കുന്ന വെബ്സൈറ്റ് ചിലപ്പോൾ ലോഡ് ആവത്തുമില്ല, കുറേ ടൈം ഇങ്ങനെ ലോഡിങ് എന്ന് പറഞ്ഞ് കാണിക്കും. അങ്ങനെ ഒരാൾ മാത്രമേ അത് അനുഭവിച്ചിട്ട്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോടാ ഈ കൂട്ടത്തിൽ? വേറെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എനിവൺ? ഇല്ല, വേറെ ആരും കേട്ടത്തില്ല. ഓക്കെ, ഒരാളുണ്ട്, അബിനും കേട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് സാധാരണ മിക്കെല്ലാം എന്താ യൂണിവേഴ്സിറ്റിയിൽ നടക്കാനുള്ളൊരു പ്രക്രിയയായതെന്ന് പറഞ്ഞാൽ, അതായത് എക്സാം സമയത്ത് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് നോക്കുമ്പോൾ എല്ലാം ഹാങ് ആവും. കാരണം ആ ടൈമിൽ എല്ലാവരും ഒരേ സമയത്തായിരിക്കും ആ സെർവർ ആക്സസ് ചെയ്യണേ. സോ ആ സെർവർ ആക്സസ് ചെയ്യാൻ നേരത്തെ ആ സെർവറിന് ലോഡ് താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥ വരും. അങ്ങനെ ആ സെർവർ ഹാങ് ആകാൻ തുടങ്ങും. ദാറ്റ് ഈസ് DDoS, ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ്. ഇത് ഒരു അറ്റാക്കാക്കി മാറ്റും. ഇതാണ് ഹാക്കർ അറ്റാക്ക് പോലെ മാറ്റണേ. ഇപ്പം DDoS എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ അറ്റാക്കർ പല സ്ഥലങ്ങളിൽ ഇരുന്ന് ബോട്ട് ആർമീസിനെ ക്രിയേറ്റ് ചെയ്യും. അതായത് ഒരു സിസ്റ്റത്തിൽ നിന്ന് മൾട്ടിപ്പിൾ ബോട്ട് ആർമീസ് ക്രിയേറ്റ് ചെയ്തിട്ട്
സൈമിൾട്ടേനിയസ് ആയിട്ട് ഒരേ ഒരു വെബ്സൈറ്റിനെ അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ എന്താ വെബ്സൈറ്റ് ബ്രൗസ് ചെയ്യത്തില്ലേ, നിങ്ങളെല്ലാവരും കൂടി 10,000 പേര് ഒരേ സമയത്ത് ബ്രൗസ് ചെയ്യുന്ന പോലെ തന്നെ 4 മൂലയ്ക്ക് 4 ഹാക്കർ ലോകത്തെ 4 മൂലയ്ക്ക് ഇരുന്ന് 10,000 പേരുടെ ബോട്ടുകൾ ഉണ്ടാക്കി അങ്ങനെ ആക്രമിക്കുന്നതാണ്. സെയിം തന്നെ ആ വെബ്സൈറ്റ് ബ്രൗസ് ചെയ്യുന്നതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ്. അതായത് വെബ്സൈറ്റ് കംപ്ലീറ്റ്ലി ഹാങ് ആയി പോകും. അപ്പോൾ അതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ്. പിന്നെ ഡിനയൽ ഓഫ് സർവീസ് ഡോസ് എന്ന് പറഞ്ഞാൽ ഡിനയൽ ഓഫ് സർവീസ് ഒറ്റ PC മാത്രം യൂസ് ചെയ്ത് ആ വെബ്സൈറ്റിനെ ഡൗൺ ആക്കണേ. പണ്ട് കാലത്ത് അത് നടക്കായിരുന്നു, ഇപ്പം അത് നടക്കത്തില്ല. അതുകൊണ്ടാണ് മൾട്ടിപ്പിൾ PCs. അപ്പം ഇതിൻ്റെ ഒരു എസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരേ സമയത്ത് ബ്രൗസ് ചെയ്യണ പോലെ ആ ഹാക്കർ 4 പേരിരുന്ന് നിങ്ങൾ 10,000 പേരുടെ സിമുലേഷൻ ഉണ്ടാക്കി ബോട്ട് ആർമി ഉണ്ടാക്കി ഒറ്റ ടൈമിൽ ബ്രൗസ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ സെർവറിന് ലോഡ് താങ്ങത്തില്ല, ആ സെർവർ ഓട്ടോമാറ്റിക്കലി ഷട്ട് ഡൗൺ ആവും. ദിസ് ടൈപ്പ് ഓഫ് അറ്റാക്ക് ഇസ് നോൺ ആസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ്. അപ്പോൾ അത് നമ്മൾ ഇന്ന് ലൈവായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഏകദേശം ഐഡിയ കിട്ടിയടാ ഇന്നത്തെ നമ്മൾ. അപ്പം നമ്മളുടെ ഇന്നത്തെ സിമുലേഷനിൽ നമ്മളൊരു വെബ്സൈറ്റ് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ആ വെബ്സൈറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും തരും. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ DDoS അറ്റാക്ക് ഇവിടെ നിന്നുള്ള അറ്റാക്ക് ഞാൻ സിമുലേറ്റ് ചെയ്യും. അപ്പോൾ അറ്റാക്കിനുള്ള കമാൻഡും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അറ്റാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും അവിടെ ഇരിക്കുന്നവർ, പിന്നെ കൂടാതെ ഞാനിവിടെ സെർവർ ഓൺ ആക്കുമ്പോൾ അതിനകത്ത് എന്താ കാണണമെന്ന് നിങ്ങൾ കാണുകയും ചെയ്യാം. നിങ്ങൾ ആ ബ്രൗസറിൽ വെബ്സൈറ്റ് ലോഡ് ആക്കുമ്പം ഞാൻ അറ്റാക്ക് തുടങ്ങി കഴിയുമ്പോൾ ആ വെബ്സൈറ്റ് ലോഡും ആകത്തില്ല. അപ്പോൾ അതാണ് നമ്മളുടെ ആദ്യത്തെ ഫേസ് നമ്മൾ ചെയ്യാൻ പോണേ. അപ്പോൾ ഇതേവരെ ഏകദേശം കാര്യം ക്ലിക്കായ നിങ്ങൾ എന്താ ചെയ്യാൻ പോണേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇന്നത്തെ ഒരു ലാബിൻ്റെ ഫസ്റ്റ് ഫേസിൻ്റെ ഐഡിയ കിട്ടിയ? എന്തെങ്കിലും ഡൗട്ടോ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാട്ടടാ. എന്താണ് ഡോസ് DDoS, എന്തെങ്കിലും വല്ല ഡൗട്ട് ഉണ്ടായി ഇപ്പം ചെയ്യാൻ പോണതിൽ എന്തെങ്കിലും വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. പറഞ്ഞോ മഹേഷ് പറഞ്ഞോടാ. മഹേഷേ ഓക്കെ. എടാ മഹേഷ് എനിക്കൊന്ന് നീ മ്യൂട്ട് അല്ല കേട്ടാ, ഒരു സെക്കൻഡ്. പറഞ്ഞോടാ. എന്തെങ്കിലും ഡൗട്ടോ വല്ലതും ഉണ്ടോ മഹേഷേ? ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇനി നമുക്ക് കണ്ടക്ട് ചെയ്യാം കേട്ടോ. നമുക്ക് എന്തായാലും ലാബ് എന്തായാലും കണ്ടക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലാബ് കണ്ടക്ട് ചെയ്യാനായിട്ട് നമ്മളൊരു വെബ്സൈറ്റ് ആവശ്യമാണ്. അപ്പോൾ വെബ്സൈറ്റാണ് ഈ ഒരു വെബ്സൈറ്റ്. ഞാൻ നിങ്ങളുടെ ചാറ്റിലിട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ലോഡ് ചെയ്യാം ഈ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിനെയാണ് നമ്മൾ ഇന്ന് ടാർഗറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ബ്രൗസറിൽ ഒന്ന് ലോഡ് ആകുന്നുണ്ടോ നോക്കിയടാ ഈ വെബ്സൈറ്റ്. ഓക്കെ, ഒരാൾ കയറി, എനിക്കൊന്ന് 2-3 പേര് കയറി. അതെങ്ങനെ അറിയണേന്ന് അറിയാമോ? ഞാൻ പറഞ്ഞുതരാം. ലോഡായടാ. ലോഡായെങ്കിൽ യെസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് തരാം കേട്ടാ. ലോഡായിട്ടുണ്ടെങ്കിൽ ഓക്കെ യെസ് എന്ന് പറഞ്ഞിടായി. ഇനി ഇതിൻ്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ലോഡ് ചെയ്യണ എവിടെ നിന്നാണെന്ന് അറിയാമോ? എൻ്റെ ഫോണിൽ നിന്നാണ്. അതായത് നിങ്ങളുടെ വെറുതെ കിടക്കുന്ന ഒരു ആൻഡ്രോയിഡ് ഫോണാണ് ഞാൻ ഇതിനകത്ത് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തേക്കണത്. ഇതാണ് വെബ്സൈറ്റ് ഓൺലൈൻ എന്ന് പറഞ്ഞാൽ കണ്ടേക്കണത്. ഇതാണ് ആ ലിങ്ക് നിങ്ങൾക്ക് ഞാൻ അയച്ചു തന്നേക്കണത്. നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുവാണെങ്കിൽ. സോ ഞാൻ എൻ്റെ ആൻഡ്രോയിഡ് ഫോൺ, എൻ്റെ ഇവിടെ വീട്ടിൽ വെറുതെ കിടക്കുന്ന ആൻഡ്രോയിഡ് ഫോണാണ് ഞാൻ ഇന്ന് സിമുലേഷനിന് വേണ്ടി, അതായത് ഈ ഒരു വെബ്സൈറ്റ് ലോഡ് ചെയ്യാൻ വേണ്ടി ചെയ്തേക്കണത്. അപ്പം ഈ ലോഡ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്ത സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സിമുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സിമുലേറ്റ് ചെയ്യാൻ കേട്ടോ. വീട്ടിൽ തന്നെ നിങ്ങൾ വെറുതെ കിടക്കുന്ന ആൻഡ്രോയിഡ് ഫോൺ വേണമെങ്കിൽ ചെറിയൊരു വെബ്സൈറ്റ്, അതായത് വെബ് സെർവർ പോലെ ആക്കാൻ പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ. അപ്പോൾ ക്ലാസ്സിൻ്റെ ഇടയിൽ ഇത് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ ചെയ്യാം കേട്ടോ. അപ്പം സിമുലേഷൻ, ലാബ് അറേഞ്ച്മെന്റ്, ആർക്കിടെക്ചർ. അപ്പം ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്ത് നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ വെബ്സൈറ്റിനെ നമ്മൾ DDoS വെച്ച് അറ്റാക്ക് ചെയ്യും, ആ വെബ്സൈറ്റ് ഡൗൺ ആവും. അതാണ് ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ജസ്റ്റ് ഒരു സിമ്പിൾ HTML-ഉം CSS വെച്ചൊരു സ്ക്രിപ്റ്റ് ഞാൻ ജനറേറ്റ് ചെയ്ത് ഒരു HTML ഫയല്. അപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ആൻഡ്രോയിഡിൽ ഏത് ഫോൾഡറിൽ വേണമെങ്കിലും ടെർമെക്സ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തേക്കണേ. ടെർമെക്സ് ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ അത് പ്ലേ സ്റ്റോറിൽ ഓൾറെഡി അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഗിറ്റ്ഹബിൽ പോയി കഴിഞ്ഞാൽ ആ ടെർമെക്സിന്റെ ന്യൂ റിലീസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ.
അപ്പോൾ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ടെർമെക്സ് ഡൗൺലോഡ് ചെയ്യാൻ. വൺസ് നിങ്ങൾ ടെർമെക്സ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു AI യൂസ് ചെയ്ത് ഒരു HTML CSS ഫയൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു സാധാ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ ഫോൾഡറിൽ നിങ്ങൾ ഈ ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോൾഡർ ഓട്ടോമാറ്റിക്കലി ലോക്കലി റണ്ണിങ്ങിനായിട്ട് ആ വെബ്സൈറ്റ് ഓൾറെഡി ലോക്കലി റണ്ണിങ് ആയിട്ട് വരും ഈ ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ. Python 3 എന്ന് പറഞ്ഞ് ഈ ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അതാണ്. ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ വെബ്സൈറ്റ് ലോക്കലി റൺ ചെയ്യാൻ വേണ്ടി Python 3 എന്ന് പറഞ്ഞ് ആ കമാൻഡ് കൊടുത്തപ്പം ഓട്ടോമാറ്റിക്കലി ഇത് റണ്ണായി. അപ്പം ഈ ഒരു ലാസ്റ്റ് നിങ്ങൾ കാണണമെന്ന് പറഞ്ഞാൽ NGROC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഇരിക്കുകയാണ്, നിങ്ങൾ വിദേശത്ത് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു കൺട്രിയിൽ ഇരിക്കുകയാണ്. എനിക്ക് എൻ്റെ വെബ്സൈറ്റ് പബ്ലിക് ആക്കണം, അതായത് ഔട്ട്സൈഡ് എൻ്റെ വീട്ടിൽ. അതായത് ഞാനിപ്പം ഈ ഒരു കമാൻഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇൻറ്റേർണലിലാണ് റൺ ചെയ്യണേ. സോ എനിക്ക് പബ്ലിക്കിൽ അവൈലബിൾ ആക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം വേണം, NGROC എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം വേണം. അപ്പോൾ NGROC ഞാൻ എൻ്റെ ടെർമെക്സിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതാണ് എനിക്ക് പബ്ലിക്കലി ഞാൻ ആക്കിയത്. അപ്പം നിങ്ങൾക്ക് NGROC നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ പോയിട്ട് ഇതിനകത്ത് ഇൻസ്റ്റാളേഷൻ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ലിനക്സിൽ ഇൻസ്റ്റാളേഷൻ ഇൻസ്ട്രക്ഷൻ അതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ ലോക്കലി റൺ ചെയ്യുന്ന വെബ്സൈറ്റ് പബ്ലിക്കലി ആക്കാൻ പറ്റും. അപ്പം അങ്ങനെയാണ് കുറേ ആളുകളൊക്കെ ഫിഷിംഗ് അറ്റാക്ക് ഒക്കെ പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത്. മിക്ക എല്ലാം ഫിഷിംഗ് അറ്റാക്ക് NGROC വഴിയായിരുന്നു. ഇപ്പോൾ അവർ കുറച്ചുകൂടി സെക്യൂർ ആയി. പക്ഷെ അന്നത്തെ കാലത്ത് കുറേ ഫിഷിംഗ് അറ്റാക്സ്, അങ്ങനെ കുറേ ഹാക്കർമാർ കുറേ മുതലാക്കിയായിരുന്നു ഇത് വെച്ച്. അപ്പോൾ അവർ ഇന്റേണലി റൺ ചെയ്യണ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഹാക്കിംഗ് ആയിട്ടുള്ള വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്തിട്ട് ഫിഷിംഗ് ലിങ്ക് പോലെ ക്രിയേറ്റ് ചെയ്യായിരുന്നു ഈ NGROC യൂസ് ചെയ്തിട്ട്. നമ്മൾ ഇതിനകത്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വെബ്സൈറ്റ് മാത്രമേ ക്രിയേറ്റ് ചെയ്തുള്ളൂ. അപ്പോൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആ ട്രാഫിക് എല്ലാം ജനറേറ്റ് ആയി നിങ്ങൾക്ക് എല്ലാവർക്കും വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ പറ്റി. ഇനിയാണ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോണത്. അപ്പം ഡീഓതന്റിക്കേഷൻ അറ്റാക്കാണ്, DDoS അറ്റാക്കാണ് ചെയ്യാൻ പോണേ. അപ്പം DDoS അറ്റാക്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഈ കൂട്ടത്തിൽ ആരെങ്കിലും DDoS അറ്റാക്ക് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? സാധാരണ നിങ്ങൾ ജനറേറ്റ് ചെയ്ത വെബ്സൈറ്റിന്റെ ബേസ് ചെയ്ത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ DDoS അറ്റാക്കിന്റെ? സിമ്പിളാ. കാളിലിനെക്സ് ഏകദേശം അറിയാമല്ലോ. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് ഈ ഒരു ടൂള് അവൈലബിൾ ആണ്. ഈ ഒരു ടൂളിന്റെ പേര് എന്ന് പറഞ്ഞാൽ, അതായത് ഇത് യൂസ് ചെയ്തിട്ടാണ് hping 3 എന്ന് പറഞ്ഞ് ഈ ഒരു ടൂളാണ് യൂസ് ചെയ്യുന്നത്. hping 3 എന്ന് പറഞ്ഞ് ഈ ഒരു കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ hping 3 ടാർഗറ്റ് പോർട്ട് കൊടുത്ത് ടാർഗറ്റ് IPയും കൊടുത്ത് പിന്നെ ഫ്ലഡ് ചെയ്യുക. അതായത് ഫ്ലഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരേ സമയത്ത് 10,000 പേര് ഒരേ സമയത്ത് നിങ്ങൾ ബ്രൗസ് ചെയ്യണ പോലെ ഞാൻ ഇവിടെ ഒറ്റ സിസ്റ്റത്തിൽ ആ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതിൻ്റെ ഒരു ലോഗ് ഉണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അതായത് ആരൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ലോഗ് കാണാൻ പറ്റും. ഇപ്പം ലോഗ് കണ്ട ഇപ്പം പൊതുവേ എല്ലാം നോർമലാണ്, അതായത് വലിയ പ്രശ്നമൊന്നുമില്ല, അതായത് ഒന്നും അതിനകത്ത് ഓടുന്നില്ല, അതായത് നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുക. എല്ലാവരും അവരവരുടെ പേസിൽ ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല, നോർമലായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ വൺസ് അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ ഡിറ്റക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ലോഗ് ഇങ്ങനെ കുറേ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, ചുമ്മാ ഒരു ലെക്കില്ലാതെ ഓടിക്കൊണ്ടിരിക്കും. പിന്നെ ഇവിടെ കുറേ കഴിയുമ്പം ഈ ഒരു ഭാഗം ഓൺലൈൻ്റെ പകരം ഓഫ്ലൈൻ ആവും, അല്ലെങ്കിൽ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇവിടെ ലേറ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ കോൾ ഓഫ് ഡ്യൂട്ടിയോ അല്ലെങ്കിൽ മറ്റേ BGMI എന്ന് പറഞ്ഞ ഗെയിം, ഷൂട്ടിംഗ് ഗെയിമിലൊക്കെ അതിനകത്ത് ലേറ്റൻസി എന്ന് പറഞ്ഞത് അതായത് ഇത്രയും മില്ലി സെക്കൻഡ്, അതായത് 2 അത്രയും മില്ലി സെക്കൻഡ് കുറവാണെങ്കിൽ അത്രയും ആക്യുറസി പോലെ നമുക്ക് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാനും നമുക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റും. അതേപോലെ തന്നെ ഇതിന്റെ ലേറ്റൻസി കൂടുന്നതനുസരിച്ച്, മില്ലി സെക്കൻഡ് കൂടുന്നതനുസരിച്ച്, ഇപ്പം 10 മില്ലി സെക്കൻഡ് അല്ലെങ്കിൽ 10,000 മില്ലി സെക്കൻഡ് ആണെങ്കിൽ ചിലപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും അവിടെ എത്തുന്നത് ബുള്ളറ്റ്. സോ ആ ലേറ്റൻസി ആണ് ഇത് മീൻസ് ആ ഒരു ലേറ്റൻസി ആണ് ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നത്. സെയിം ഐഡിയോളജിയാണ് ഇതിനകത്തും നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. അപ്പം ലേറ്റൻസി കൂടുന്നതനുസരിച്ച് വെബ്സൈറ്റ് സ്ലോ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ലോഗ് നോക്കും. ജസ്റ്റ് കേറിയിട്ടുള്ളൂ കേട്ടോ സാർ. കുഴപ്പമില്ല. ജസ്റ്റ് വെബിനാർ പോലെയാടാ, വെബിനാർ പോലെ. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് ഒരു വെബ്സൈറ്റിനെ എങ്ങനെയാണ് ഹാങ് ആക്കണേ, മീൻസ് വെബ്സൈറ്റ് എങ്ങനെയാണ് ആളുകൾ അറ്റാക്കർ എങ്ങനെ അത് ടാർഗറ്റ് ചെയ്ത് അതിനെ ഷട്ട് ഡൗൺ ചെയ്യിപ്പിക്കും, അതിന്റെ ഒരു ലാബാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പൊ ഇതിനകത്ത് ഞാനൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മഷൂദെ. അപ്പൊ ആ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം. അപ്പൊ വെബ്സൈറ്റിൽ നിങ്ങൾക്കും കയറാം. അപ്പൊ അത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ അറ്റാക്ക് പെർഫോം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ആ വെബ്സൈറ്റ് ബ്രൗസ് ചെയ്യാനേ പറ്റത്തില്ല. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഫസ്റ്റ് ഫേസ് നമ്മൾ ഈ വെബ്സൈറ്റിനെ എങ്ങനെ അറ്റാക്ക് ചെയ്യും.
അപ്പൊ കാളിയിൽ അതിന്റെ ടൂളിന്റെ പേരാണ് HPing എന്ന് പറഞ്ഞൊരു ടൂളാണ് കാളിയിൽ. അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ഈ അറ്റാക്ക് പെർഫോം ചെയ്യാൻ പോണത്. സോ ഞാനിവിടെ HPing എന്ന് പറഞ്ഞ കമാൻഡ് ചെയ്യുമ്പം അതിന്റെ സൈഡ് ബൈ സൈഡ് ആയിട്ട് കാളിയിൽ എന്താണ് ഇത് നടക്കണേന്ന് കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് മീൻസ് എൻ്റെ വെബ് സെർവറിൽ എന്താ നടക്കണേന്ന് കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഓക്കെ. അപ്പൊ ഇതാണ് എൻ്റെ ടെർമിനൽ, ഇതാണ് എൻ്റെ ഫോണിൽ റൺ ചെയ്യുന്ന സെർവർ. അപ്പൊ ഇതിന്റെ ലോഗാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഈ ലോഗ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ TCP ഡംപ് എന്ന് പറഞ്ഞ ലോഗാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഹയർ ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ വയർ ഷാർക്ക് എന്ന് പറഞ്ഞ് ടൂൾ യൂസ് ചെയ്യാം. അത് നിങ്ങൾ ഹയറിൽ പഠിക്കുമ്പോഴാണ്, അതായത് നിങ്ങൾ ക്ലാസ്സസ് ഒക്കെ വരുമ്പോഴാണ് നിങ്ങൾ ഇതൊക്കെ എന്താണ് ഡിഫൻസിന്റെ ഭാഗത്തുള്ള ടൂളാട്ടാ. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ലോഗ് നമ്മൾ ജനറേറ്റ് ആവും നമ്മുടെ സെർവറിൽ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് പാക്കറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വരെയും പോയി ചെയ്യുന്നത് അതെല്ലാം ചെയ്യുന്ന ഒരു ടൂൾ എന്ന് പറഞ്ഞാൽ വയർ ഷാർക്കാണ്. ടെർമിക്സിൽ ടെർമിനൽ പോലെ റൺ ചെയ്യുന്ന ആ ടൂളിന്റെ പേരാണ് TCP ഡംപ് എന്ന് പറഞ്ഞൊരു ടൂളാട്ടാ. ഞാനിത് കഴിയുമ്പോൾ പതുക്കെ ആ ടൂളിന്റെ കാര്യമൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ജസ്റ്റ് നിങ്ങൾ ആ വിചാരിക്കുക, അത് ഞാൻ ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ലോഗ് പോലെ കാണാൻ പറ്റും. അപ്പൊ ആരൊക്കെ കയറുന്നുണ്ടോ ഏകദേശം അവരുടെ IPയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ ഈ അറ്റാക്കറിനെ പിടിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് ചറപറ പോലെ വന്നുകൊണ്ടിരിക്കും. അതൊരു അൺനാച്ചുറലാണ്. കാരണം അങ്ങനെ വരുവാണെങ്കിൽ അതിന്റെ അർത്ഥം അത്രയും ആളുകൾ കുറെ ആളുകൾ ഒരേ സമയത്ത് ബ്രൗസ് ചെയ്യണം. പക്ഷെ അങ്ങനെ ഒറ്റ ടൈമിൽ അങ്ങനെ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനാരിയോ എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. ഒന്നെങ്കിലും നിങ്ങൾ പറഞ്ഞ പോലെ എക്സാമിന്റെ സമയത്തായിരിക്കും അങ്ങനെ വരുന്നത്. അപ്പൊ ആ ടൈമിൽ കറക്റ്റ് ആയിട്ട് ലോഡ് ബാലൻസ് എന്ന് പറഞ്ഞാൽ അതിന് കൗണ്ടർ മെഷർ ഉണ്ട്. അതായത് അത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ, അത് കുറച്ച് മെനക്കെട്ട പണിയാ. അത് ചെയ്യുവാണെങ്കിൽ നല്ലായിരുന്നു. അല്ലെങ്കിൽ എക്സാം റിസൾട്ട് എല്ലാവർക്കും കിട്ടേണ്ടതായിരുന്നു. ആ ലോഡ് ബാലൻസർ ഇട്ടാൽ മതി അതിന്റെ ഒപ്പം. അതുകൊണ്ട് അപ്പൊ ആ ടൈമിൽ, അപ്പൊ ഇങ്ങനത്തെ ടൈമിലാണ് ശരിക്കും പറഞ്ഞാൽ സെർവറിൽ ലോഡ് കൂടുന്നത്. അപ്പൊ ആ ടൈമിൽ വിചാരിച്ച ഒന്നെങ്കിൽ അന്ന് എന്തെങ്കിലും ഒരു എക്സാം റിസൾട്ട് ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഈവന്റ് ആയിരിക്കും, അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യണമായിരിക്കും. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് എന്റെ ഫോൺ കാണാൻ പറ്റുവാണെങ്കിൽ ഓക്കെ. അപ്പൊ ഇതിനകത്ത് നോക്കിക്കോ, വൺസ് ഞാൻ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ നോക്കിക്കോ, ലോഗ് റൈറ്റ് സൈഡിൽ എന്റെ ഫോണിന്റെ ആ ഒരു സ്ക്രീൻ നോക്കിക്കോ എന്താ നടക്കാൻ പോണേ. കേട്ടാ, അതായത് ഞാൻ ഇവിടെ നിർത്തിയില്ലെങ്കിൽ ഇതിങ്ങനെ പോയിക്കൊണ്ടെങ്കിൽ എന്നിട്ട് എന്റെ വെബ്സൈറ്റും കൂടി നോക്കാം നമുക്ക് എന്താ നടക്കുന്നത്. ഇതാണ് എന്റെ വെബ്സൈറ്റ്. ഇതെന്റെ വെബ്സൈറ്റ് ഇപ്പൊ കാണണമെന്ന് പറഞ്ഞാൽ ഇതിപ്പം റെഡ് ചെയ്ത ലേറ്റൻസി കൂടിക്കൊണ്ടിരുന്ന് കുറച്ച് കഴിയുമ്പോൾ ഈ സെഷൻ പച്ച കളർ മാറും. നോക്കിക്കോ, കുറച്ച് കഴിയുമ്പോൾ ഈ പച്ച കളർ മാറി മൊത്തത്തിൽ അങ്ങ് സ്റ്റോപ്പ് ആവും. അതായത് അറ്റാക്ക് ഇടത് വശത്ത് ഞാൻ നിർത്തിയിട്ടില്ല, പോയിക്കൊണ്ടിരിക്കുക അത് അറ്റാക്ക്. കുറച്ച് കഴിയുമ്പോൾ സ്റ്റോപ്പ് ആവും. ഇത് സ്റ്റോപ്പായി കഴിയുമ്പോൾ നിങ്ങൾ ആ വെബ്സൈറ്റ് ഒന്നുകൂടി ഒന്ന് ലോഡ് ചെയ്യാൻ നോക്കാം. ലോഡ് ആവുന്നുണ്ടോ നോക്കുക. എന്തായാലും ഇപ്പോഴും ലോഡ് ചെയ്ത് നോക്കിക്കോ, ലോഡ് ആവുന്നുണ്ടാ. ഈ വെബ്സൈറ്റ് വല്ലതും വർക്കിംഗ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും. ഞാൻ ലോഡ് ചെയ്ത് നോക്കട്ടെ. ഇല്ല, കറങ്ങിക്കൊണ്ടിരിക്കുക. കണ്ടാ, നിങ്ങൾക്ക് എല്ലാവർക്കും കറങ്ങിക്കൊണ്ടിരിക്കാനാടാ. ലോഡ് ആവുന്നുണ്ടാ? ഒന്ന് ചാറ്റിലൊന്ന് ഇട്ടേ, ലോഡ് ആവുന്നുണ്ടാ? കണ്ടാ, മൊത്തം സെഷൻ കണ്ടാ, പച്ച കളർ മറ്റേ ഗ്രീൻ കളർ മാറി ഇപ്പൊ റെഡ് കളർ ആയതുണ്ടാ, ഫെയിൽഡ്. അതായത് അറ്റാക്ക് ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യാതെ ഇത് നേരെ ആവത്തില്ല. ഇനി എല്ലാവരുടെ ചാറ്റിൽ മെസ്സേജ് ഇട്ടേ, വെബ്സൈറ്റ് ലോഡ് ആവുന്നുണ്ടോ ആർക്കെങ്കിലും? മൊത്തത്തിൽ പോയി ലോഡ് ആവുന്നുണ്ടോ? ഇല്ല, ഒരാൾക്ക് കിട്ടുന്നില്ല. ബാക്കിയുള്ളവർക്കാണ് ബാക്കിയുള്ളവർക്കാ വെബ്സൈറ്റ് ലോഡ് ആവുന്നുണ്ടോ? ഇപ്പം ഞാൻ അവിടെ നിർത്താതെ നിങ്ങൾക്ക് ഇനി ലോഡ് ആവത്തില്ല. ഇനി ഞാൻ എനിക്ക് നിർത്തുവാന്ന് വിചാരിക്കാം. ഈ അറ്റാക്ക് ഞാനിപ്പം സ്റ്റോപ്പ് ചെയ്യാന്ന് വിചാരിക്കാം. ഇത് ഞാൻ ബ്രേക്ക് ചെയ്യുക. ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ നോക്കിക്കാം എൻ്റെ ഫോണിന്റെ, അതായത് ആ വെബ് സെർവർ അവസ്ഥ എന്താണെന്ന് നോക്കിക്കോ പതുക്കെ. ഇനി നോക്കിയടാ, ഇനി വരുന്നുണ്ടോ നോക്കിയേ. ഇനിടാ എറർ എന്ന് പറഞ്ഞാൽ ഇനി ഒന്ന് നോക്കിയടാ, ഇനി ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കിയേ. ഇപ്പൊ വന്നു. അതാണ് സംഭവം. ദിസ് ഇസ് DDoS അറ്റാക്ക്. ഇതിനെയാണ് DDoS അറ്റാക്ക് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ സിസ്റ്റത്തിലാണ് ഞാൻ ബോട്ട് പോലെയാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് ഇതിന്റെ ഒരു സെനാരിയോ എന്ന് പറഞ്ഞാൽ ഒരാൾ വേറെ ഏതെങ്കിലും രാജ്യത്തായിരിക്കും. കാരണം എന്താ പറയുക, IP ഇനി ഇതിനെങ്ങനെ തടയാൻ, അതാണ് നമ്മൾ അറിയേണ്ടത്. കാരണം ഇത് എന്താ പറയുക, ഹാക്കർ എന്തുകൊണ്ടാണ് ഈ നാല് മുക്കിലിരിക്കുന്നത്? കാരണം ഇത് ഒറ്റ പ്രശ്നം, നമുക്ക് ഈ ലോഗ് കിട്ടി, ഇനിയാണ് നമ്മൾ തടയാൻ പോണത്. ഇനി അടുത്ത്
വൺസ് ഈ ലോഗ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് എനിക്ക് ഈ ലോഗ് കിട്ടി, ഈ ലോഗിനകത്ത് എനിക്ക് IP അറിയാൻ പറ്റും ഏതവനാണ് ഇത് ചെയ്തേക്കണേന്ന്. നോക്കുമ്പോൾ 192.168.8 ആണ് പാക്കറ്റ്സ് മൊത്തം ഉള്ളത്. മനസ്സിലായി? ഇത് മൊത്തം നിറഞ്ഞിരിക്കണേ ഈ ഒരു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 192.168.1.8. ഞാൻ ആ ആളാരാന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ആ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കാളിയുടെ, അതായത് അറ്റാക്ക് ചെയ്യാൻ പോണ മെഷീൻ ഞാൻ എടുക്കാം. ആ ആള് വേറെ ആരുമില്ല, ഞാൻ തന്നെയായിരുന്നു. കണ്ട, ഇതാണ് സംഭവം. അപ്പോൾ ഈ ലോഗിങ് ആണ് നിങ്ങൾ ഇനി അടുത്ത ടോപ്പിക്. അതായത് എങ്ങനെയാണ് ഈ ലോഗ് ജനറേറ്റ് ചെയ്തത്, ലോഗ് ഫയൽ എങ്ങനെയാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ആ ടൂളിനെ പറയുന്ന പേരാണ് വയർ ഷാർക്ക് എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാളിയിൽ പോയി കഴിഞ്ഞാൽ വയർ ഷാർക്ക് എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. ഞാൻ അതിൻ്റെ ആ ടൂളിനെ പറ്റി, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ലോഗും കാര്യങ്ങളൊക്കെ, അതായത് നിങ്ങളുടെ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് നടക്കണേ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് ബെസ്റ്റ് ടൂൾ എന്ന് പറഞ്ഞാൽ വയർ ഷാർക്ക് ആട്ടാ. ഈ വയർ ഷാർക്ക് ഓണാക്കി കുറച്ച് നേരം ഇട്ടാൽ മതി. അതായത് നിങ്ങളിപ്പം ടെലഗ്രാം യൂസ് ചെയ്യണമെങ്കിൽ, ടെലഗ്രാം ഒക്കെ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ വൈറസ് കയറാനുള്ള ചാൻസ് ചില ടൈമിൽ. അപ്പോൾ വൺസ് ഈ നിങ്ങളുടെ സിസ്റ്റത്തിൽ വൈറസ് കയറിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു എക്സ്പ്ലോയിറ്റോ എല്ലാം കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഹാങ് ആവും. പിന്നെ ഈവൻ ദോ നിങ്ങൾക്ക് നല്ല റാമും കാര്യങ്ങളുണ്ടെങ്കിലും പോലും നല്ല ടൈം എടുക്കും ലോഡ് ആനായിട്ട്, ഓരോ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട്. പിന്നെ മൂന്നാമത്തെ നെറ്റ്, ഈവൻ ദോ നിങ്ങൾ യൂസ് ചെയ്തില്ലെങ്കിലും നിങ്ങളെ ബാക്ക്ഗ്രൗണ്ടിൽ നെറ്റ് കുറേ പോകുന്നുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ സിസ്റ്റം ഇൻഫെക്റ്റഡ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. വൺസ് ഇൻഫെക്റ്റഡ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വയർ ഷാർക്ക് ടൂൾ ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന പാക്കറ്റ്സ് മൊത്തം ക്യാപ്ചർ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അനലൈസ് നടത്തി കഴിഞ്ഞാൽ ആ IP-കൾ എവിടുന്നാ വരണേന്ന് അറിയാൻ പറ്റും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെറുതായിട്ടൊരു ഡെമോ പോലെ കാണിക്കാം. അതായത് ഞാനിപ്പോൾ ഈ വയർ ഷാർക്ക് ഈ ടൂൾ ഓപ്പൺ ആക്കി, ഇൻ്റർഫേസ് വൈഫൈ വഴിയാണ് ഞാൻ കണക്ട് ചെയ്തേക്കുന്നത്. അത് കണക്ട് ചെയ്ത് അത് കഴിഞ്ഞ് കുറച്ച് നേരത്തേക്ക് ഞാൻ പാക്കറ്റ്സ് മൊത്തം ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിളിലൊക്കെ ബ്രൗസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഹാക്കർ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, എക്സ്പ്ലെയിൻ അതെല്ലാം ഇതിനകത്ത് ക്യാപ്ചർ ആകുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. ഇത് കുറച്ച് സെറ്റിങ്സ് ഒക്കെ ചെയ്യാനുണ്ട് കേട്ടോ. നിങ്ങളിത് പഠിക്കാൻ നേരത്താണ് ഇത് മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാവണേ. പോയിന്റ്സ് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിപ്പോൾ ഗൂഗിളിലും ആമസോണും കുറച്ച് അത് മാത്രമേ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് അവരുടെ ലാറ്റിറ്റ്യൂഡ്. ഈവൻ ദോ ഹാക്കറുടെ വല്ലതും ആണെങ്കിൽ നിങ്ങൾക്ക് ഈ മാപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അതായത് നമ്മൾ ഇതിനകത്ത് പിൻ പോയിന്റ് ആയിട്ട് നമുക്ക് കിട്ടും എവിടെ നിന്നാണ്. ഇപ്പം നമുക്ക് ഗൂഗിൾ അറിയാം, നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സെർവർ ഇവിടെ നിന്നാണ്, നോർത്ത് അമേരിക്ക അങ്ങനെ. കാരണം 2-3 പേരേ ഉള്ളൂ ഇപ്പം കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ആ വയർ ഷാർക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3 ഉള്ളൂ, ഗൂഗിൾ, ക്ലൗഡ്ഫ്ലെയർ, ആമസോൺ, അത് മാത്രമാണ്. അതല്ലാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കിട്ടുവാണെങ്കിൽ അതിൻ്റെ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് ഇവിടെ വരും. അത് വേറെ ഏതെങ്കിലും കൺട്രിയിലാണെങ്കിൽ, സൊമാലിയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ വിചാരിച്ചോ നിങ്ങൾ, കാരണം നിങ്ങൾ അവിടെ ഒന്നും പോയിട്ടില്ല, മീൻസ് സെർച്ച് ചെയ്തിട്ടില്ല, അവരുടെ സർവീസ് നിങ്ങൾ യൂസ് ചെയ്യാം. ബട്ട് ഈവൻ ദോ അവിടെ നിന്ന് വല്ലതും പിങ്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ മാപ്പിൽ കാണാൻ പറ്റും. സോ അതിനർത്ഥം നിങ്ങൾ പോലും അറിയാതെ വേറെ ആരോ നിങ്ങളുടെ സിസ്റ്റം ആക്സസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതാണ് നമുക്ക് ഇതൊരു വേ ആണ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും എല്ലാത്തിൻ്റെ ഒരു അടിത്തറ എന്ന് പറഞ്ഞാൽ IP കിട്ടും നമുക്ക്. ഇതേപോലെ തന്നെ നമുക്ക് IP അഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ ലെഫ്റ്റ് സൈഡ് അഡ്രസ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടും. അപ്പോൾ വൺസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫിഷിങ് അങ്ങനെ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു സംഭവം സേവ് ചെയ്താൽ മതി. സേവ് ചെയ്ത് പോലീസുകാർക്ക് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊരു തെളിവായി മാറി. നിങ്ങൾക്ക് വേണമെങ്കിൽ വയർ ഷാർക്ക് മൊത്തത്തിൽ സേവ് ചെയ്യാം. ഈ ഡാറ്റ മൊത്തം സേവ് ചെയ്തിട്ട് എന്തെങ്കിലും ഫയൽ നെയിം കൊടുക്കുക. അപ്പോൾ ഒരു PCAP ഫയലായിരിക്കും ഇത് സേവ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിലോ അല്ലെങ്കിൽ സൈബർ സെല്ലിൽ ഈ PCAP ഫയൽ കൊടുക്കാം. എന്നിട്ട് അവരുടെ അടുത്ത് പറയാം, അനലൈസ് ചെയ്തോ സാറേ, എന്തെങ്കിലും അറ്റാക്ക് വല്ലതും നടക്കുന്നുണ്ടോയെന്ന്. എന്നിട്ട് ബാക്കി അവർ കണ്ടുപിടിച്ചു തന്നു. അപ്പോൾ അതൊരു വേ ആട്ടാ. അപ്പം നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് വേണേൽ സ്വന്തമായിട്ട് തന്നെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാം. ഇനി ബാക്ക് ടു ദ ക്ലാസ്, നമുക്ക് എങ്ങനെ ഇത് ബ്ലോക്ക് ചെയ്യാം. അപ്പം അറ്റാക്കിങ് കഴിഞ്ഞ് ഇത് ഡിറ്റക്ഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ബ്ലോക്കിംഗ് ആണ്. അപ്പം ഡിറ്റക്ഷനിൽ നിങ്ങൾ വയർ ഷാർക്കാണ് മെയിനായിട്ട് യൂസ് ചെയ്യണേ. ടെർമെക്സിലുള്ളവർക്ക് ടെർമെക്സിൽ ഒരു ടൂളുണ്ട്. ആ ടൂളിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TCP ഡംപ് എന്ന് പറഞ്ഞൊരു ടൂളാണ്. അപ്പോൾ TCP ഡംപ് നിങ്ങൾ ഓണാക്കി കഴിയുമ്പോൾ ഇതേപോലെ ലോഗ് പോലെ വരും. അപ്പം അതിൻ്റെ കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതാണ് അതിൻ്റെ കമാൻഡ്. TCP ഡംപ് ഈ ഒരു കമാൻഡ് കൊടുത്താൽ മതി. ഇപ്പം സിൻ പാക്കറ്റ് ആണ് ഇത് മോണിറ്റർ ചെയ്യുന്നത്. അതായത് സിൻ എന്ന് പറഞ്ഞാൽ ആദ്യം അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഗൂഗിളിൽ ബ്രൗസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യം പോകുന്ന പാക്കറ്റിന്റെ പേരാണ് സിങ്ക് പാക്കറ്റ്. അതുപോലെ തന്നെയാണ് അറ്റാക്കർ ഫ്ലഡ് ചെയ്യാനെടുത്ത് യൂസ് ചെയ്യുന്ന പാക്കറ്റ് സിങ്ക് പാക്കറ്റ് ആണ്. ഒറ്റയടിക്ക് 10,000 സിങ്ക് പാക്കറ്റ് ഒറ്റയടിക്ക് തന്നെ സെൻഡ് ചെയ്യും. അപ്പോൾ അതിന്റെ മോണിറ്ററിംഗ് ആണ്, അതിന്റെ ഒരു കമാൻഡാണ് ഇത്. TCP ഡംപ് യൂസ് ചെയ്തിട്ട് നമ്മളത് മോണിറ്റർ ചെയ്യുന്നത്. ഓണാക്കി. ഓക്കെ, ഇനി നമ്മുടെ ഡിറ്റക്ഷനും കഴിഞ്ഞു. ഇനി ലാസ്റ്റ് എങ്ങനെയാണ് പ്രിവെന്റ് ചെയ്യണത്. അപ്പൊ പ്രിവെന്റ് ചെയ്യണത് നമുക്ക് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ IP ഏതവനാണ് അവനെ കണ്ടുപിടിക്കണം. അപ്പൊ ഇതിനകത്ത് നമുക്ക് IP കണ്ടുപിടിച്ചു. നമ്മൾ ഇതിനകത്ത് കണ്ടുപിടിച്ച പോലെ തന്നെ ഇപ്പൊ സ്റ്റാറ്റിക്സ് എൻഡ് പോയിന്റ് പോയി കഴിഞ്ഞാൽ അഡ്രസ്സിന്റെ താഴെ ഏതവനാണ് നമ്മൾ അങ്ങോട്ട് ക്ലിക്ക് ചെയ്യാതെ ഇങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്യണേ അവന്റെ IP ഇതേ ഇവിടെ അഡ്രസ്സിന്റെ താഴെ വരും. അതേപോലെ ടെർമെക്സിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു അഡ്രസ് ഉണ്ട്. ആ അഡ്രസ്സ് 192.168 ആണ്. അപ്പൊ ഈ കേസിൽ നമുക്ക് IP ടേബിൾ എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. നിങ്ങൾ നെറ്റ്വർക്കിംഗ് പഠിക്കും നിങ്ങൾ. അപ്പോൾ IP ടേബിൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ആ IP അഡ്രസ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ തടയാൻ പറ്റും. അവനെ മാത്രം തടയാൻ പറ്റും. അപ്പം നിങ്ങൾ ബാക്കിയുള്ളവർക്ക് ബ്രൗസ് ചെയ്യാം, അവന് മാത്രം ബ്രൗസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവിടെ നിന്നാണ് അറ്റാക്ക് വരണേ. അതാണ് അതിൻ്റെ ഒരു എസൻസ് തന്നെ. എവിടുന്ന് അറ്റാക്ക് വരണ IP അങ്ങ് ബ്ലോക്ക് ചെയ്യും. അതാണ് നമ്മളിവിടെ ചെയ്യണത്. വേറൊരു വഴി എന്ന് പറഞ്ഞാൽ ലോഡ് ബാലൻസർ സെറ്റ് ചെയ്യും. ലോഡ് ഹൗ ടു ഫൈൻഡ് ജിയോ ലൊക്കേഷൻ ഫ്രം ദി IP. അതാണ് ഇപ്പോൾ വയർ ഷാർക്കിൽ കാണിച്ചു തന്നേക്കണടാ. അപ്പോൾ വയർ ഷാർക്കിൽ പോവാടാ. വയർ ഷാർക്കിൽ പോവാ. ഇതിനകത്ത് ഈ ഒരു ഞാൻ അതിൻ്റെ സെറ്റിങ്സ് ഞാൻ പറഞ്ഞുതരാം. കാരണം ഇത് സെറ്റ് ചെയ്യാൻ തന്നെ ഒരു ക്ലാസ് തന്നെ പോകും. അപ്പം ഞാൻ ഇതിൻ്റെ മിന്നായം പോലെ ജസ്റ്റ് റഫ്ലി ഞാൻ പറഞ്ഞുതരാം ഇത് എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യണേ. വയർ ഷാർക്കിൽ പോവാ, എഡിറ്റിൽ പോവാ. ഇതിനകത്ത് പ്രിഫറൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പ്രിഫറൻസിൽ പോവാ. ഇതിനകത്ത് നെയിം ആൻഡ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് മാക്സ്മൈൻ ഡാറ്റാബേസ് ഡയറക്ടറി ഉണ്ട്. ഈ മാക്സ്മൈൻ ഡാറ്റാബേസ് ഡയറക്ടറിയിലാണ് നമ്മുടെ ജിയോ ലൊക്കേഷനും അങ്ങനത്തെ കുറേ ഡാറ്റാസൊക്കെ ഇതിനകത്ത് ഇരിക്കുന്നത്. ആ ഡാറ്റാസ് ഇരിക്കുന്ന ഫയലിൻ്റെ പേരാണ് .mmd ഫയലാണ് ഇരിക്കുന്നത്. ആ നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ .mmd ഫയൽ അത് നിനക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അപ്പം മാക്സ്മൈൻഡ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോവാ. അതിനകത്ത് Gmail വെച്ച് ലോഗിൻ ചെയ്യണം. എന്നിട്ട് അതിനകത്ത് ജിയോ ലൊക്കേഷനും സിറ്റി ലൊക്കേഷൻ അങ്ങനെ ഏരിയ അങ്ങനത്തെ 3 ഫയലുകളാണ് ഉള്ളത്. അപ്പം ആ 3 ഫയലുകൾ .mmd ഫയലാണ്. ആ ഫയലിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ പറഞ്ഞു കൊടുത്താൽ മതി. ഇതാണ് ആ 3 ഫയൽ ഇരിക്കുന്നത്. ഈ 3 ഫയൽ നിനക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ്. വൺസ് ഇത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വയർ ഷാർക്ക് ഇന്റർസെപ്റ്റ് ചെയ്യണ ഏതൊരു IP ആയാലും അതിൻ്റെ നമുക്ക് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് കിട്ടും. അത് എവിടുന്ന ഒറിജിനേറ്റ് ചെയ്തേക്കണേ. അത് ഒറിജിനേറ്റ് ചെയ്യണമെങ്കിൽ വൺസ് ഇത് സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ പോയി കഴിഞ്ഞാൽ നിനക്ക് എൻഡ് പോയിന്റിൽ പോയി കഴിഞ്ഞാൽ നിനക്ക് ഇതിനകത്ത് ഇവിടെ റൈറ്റ് സൈഡിൽ ഏതാണ് നമ്മൾ അങ്ങോട്ട് സെർച്ച് ചെയ്യും. ഇപ്പം ഗൂഗിൾ ആണെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ, അതേപോലെ അവിടെ നിന്ന് വല്ലതും വരുവാണെങ്കിൽ അതും ഇതിനകത്ത് വരും കേട്ടോ. സോ ആ വരുന്ന ആളുടെ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് ഇവിടെ എഴുതി വരും. വൺസ് ഇത് ഇവിടെ എഴുതി വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ താഴെ മാപ്പ് എന്ന് പറഞ്ഞ് കാണിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ബ്രൗസർ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവും. സോ ഇതൊരു വേ ആട്ടാ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എങ്ങനെ ബ്ലോക്ക് ചെയ്യാം. സർ ക്യാൻ ഐ ഫൈൻഡ് ലൊക്കേഷൻ ഓഫ് എൻ IP അഡ്രസ് സെപ്പറേറ്റ്ലി? സെപ്പറേറ്റ്ലി സർവറുടെ മാത്രമേ കിട്ടൂ. ഇൻഡിവിജ്വൽ ആളുടെ ഇപ്പം എൻ്റെ നിനക്ക് ലൊക്കേഷൻ കണ്ടുപിടിക്കാമെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സിം എയർടെൽ ആയിരിക്കും. എയർടെൽ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന സർവർ ചിലപ്പോൾ മുംബൈയിലായിരിക്കും. അവിടുത്തെ ഉള്ള ലൊക്കേഷനാണ് കിട്ടുക. എൻ്റെ ഇൻഡിവിജ്വൽ കിട്ടണമെങ്കിൽ എൻ്റെ ഫോണിൻ്റെ ആക്സസ് വേണം. അവിടെയാണ് ഫിഷിംഗ് വരണത്. സോ 2 ടൈപ്പ് ഓഫ് ആണ് നീ ചെയ്യേണ്ടത്. ഇപ്പം എൻ്റെ പേഴ്സണലി ലൊക്കേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്നെ എന്തെങ്കിലും ഫിഷിംഗ് അറ്റാക്ക് വഴി ചെയ്ത് ഞാൻ എന്തെങ്കിലും ലിങ്ക് ക്ലിക്ക് ചെയ്താൽ എനിക്ക് ലൊക്കേഷൻ കിട്ടും, നിനക്ക് ലൊക്കേഷൻ കിട്ടും. അവിടെയാണ് ഫിഷിംഗ് വരണത്. അപ്പോൾ സോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അറ്റാക്കാണ് നീ ഇപ്പോൾ പെർഫോം ചെയ്യേണ്ടത്. ഒരാളുടെ ലൊക്കേഷൻ കിട്ടണമെങ്കിലും അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ് നീ ചെയ്യേണ്ടത്. ജസ്റ്റ് ഇപ്പം എൻ്റെ ഇപ്പോൾ IP കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ ആ IP ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന സർവറിൻ്റെ കിട്ടുന്നത്. നീ ആ സർവറിൽ കയറി കഴിഞ്ഞാൽ ആ സർവർ ഹോസ്റ്റ് ചെയ്തേക്കണ ഞാൻ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം സപ്പോസ് ഗൂഗിള് നമുക്ക് എടുക്കാം. ഇപ്പം ഞാൻ ഗൂഗിളിൽ എടുക്കാമെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഗൂഗിള് ഹോസ്റ്റ് ചെയ്തേക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗൂഗിളിലെ IP നമുക്ക് എടുക്കാം. ഇപ്പോൾ ഗൂഗിളിലെ IP ഞാൻ എടുത്ത്
അപ്പോൾ ഇത് ഹോസ്റ്റ് ചെയ്തേക്കുന്ന സെർവറിന്റെ ലൊക്കേഷൻ കിട്ടണമെങ്കിൽ എനിക്ക് വേറെ എങ്ങും പോകണ്ട. ഷോഡാൻ എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഡിവൈസുകളുടെ ഇൻഫർമേഷനാണ് കിട്ടുന്നത്. ഏത് ഡിവൈസ് ആയാലും അതിൻ്റെ IP അഡ്രസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗൂഗിൾ ഹോസ്റ്റ് ചെയ്തേക്കുന്ന സ്ഥലം എവിടെയാണെന്ന് കിട്ടും നമുക്ക്. അപ്പോൾ ഈ ഗൂഗിൾ സെർവർ ഹോസ്റ്റ് ചെയ്തേക്കുന്ന സിംഗപ്പൂരിലാണ്. അവിടുത്തെ ഡാറ്റാ സെൻറ്ററിലാണ് നമുക്ക് കിട്ടിയേക്കുന്ന അറിവ്. സോ നിനക്ക് രണ്ട് ടൈപ്പ് ഓഫ് അറ്റാക്ക് ഉണ്ട്. അപ്പോൾ പെൻ ടെസ്റ്റിംഗിലായാലും നിങ്ങൾ ജോലി കയറിയാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സെർവർ ഫാമിൽ പോയി അങ്ങനത്തെ ഒരു പെർമിഷൻ ഉണ്ട്. അതായത് കമ്പനീസ് നിങ്ങൾ ആ സെർവർ ഫാമിൽ പോയി അറ്റാക്ക് ചെയ്ത് നീ ആ സെർവർ ഫാമിൽ പോയി ആ സെർവറിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഡേറ്റാസ് കിട്ടും. കാരണം ആ സെർവറിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സെർവറിൽ പോയി എൻ്റെ ഡേറ്റാസ് കളക്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം എൻ്റെ ലൊക്കേഷൻ വരെ നിനക്ക് കിട്ടും. പക്ഷെ ആ സെർവറിൽ നീ ഡയറക്റ്റ്ലി പോകേണ്ടി വരും. ആ ഒരു ടൈപ്പ് ഓഫ് അറ്റാക്കാണ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നീ എന്നെ ഇൻഡിവിജ്വൽ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒരു സ്പെഷ്യലായിട്ട് ഒരു ഫിഷിംഗ് ലിങ്ക് നീ അയക്കണം. വൺസ് ആ ഫിഷിംഗ് ലിങ്ക് ഞാൻ ക്ലിക്ക് ചെയ്താൽ പിന്നെ നിനക്ക് ആക്സസ് കിട്ടും. അപ്പോൾ വൺസ് ആ ഫിഷിംഗ് ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എൻ്റെ ലൊക്കേഷൻ ആക്സസ് കിട്ടും. ഹൗ കെൻ ഐ ഹാവ് എൻ IP address by phishing? ഹൗ കെൻ ഐ ഫൈൻഡ് ദ ലൊക്കേഷൻ? അതിൻ്റെയാണ് ഫിഷിംഗ് സോഷ്യൽ എഞ്ചിനീയറിംഗ് പഠിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ബെസ്റ്റ് ടൂളിൻ്റെ പേര് സ്റ്റോം ബ്രേക്കർ ആണ്. ഇത് പോയി കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് അവൻ്റെ ലൊക്കേഷൻ കിട്ടും. കറക്റ്റ് ഓൺ ദ സ്പോട്ട് ലൊക്കേഷൻ കിട്ടും. ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല, കാരണം ഇത് സോഷ്യൽ എഞ്ചിനീയറിംഗ് ആ ഒരു ടോപ്പിക്കാണിത്. ഫസ്റ്റ് വെബിനാറിൽ ഞാൻ എടുത്തായിരുന്നത്. അപ്പോൾ കറക്റ്റ് എക്സാക്റ്റ് അവൻ്റെ സ്പോട്ട് കിട്ടും. അവൻ എവിടെ നിൽക്കണേ, ജസ്റ്റ് ഒരു ഇഞ്ച് വ്യത്യാസമേ വരത്തുള്ളൂ, ബട്ട് എക്സാക്ട് സ്പോട്ട് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഡിഫെൻഡിലോട്ട് പോവാം. അപ്പോൾ അറ്റാക്കിങ് കഴിഞ്ഞ് നമ്മൾ ലോഗ് കിട്ടി, എതിരാളിയുടെ IP കിട്ടി നമ്മൾ. അപ്പോൾ IP ഞാൻ നോട്ടും ചെയ്തു. 192.168 ആണ് ഇട്ടേക്കുന്നത്. ഇനി അതെങ്ങനെ ബ്ലോക്ക് ചെയ്യുക? ബ്ലോക്ക് ചെയ്യാൻ യൂസ് ചെയ്യണേ നമ്മൾ ഒരു ടേമാണ് IP ടേബിൾ എന്നാണ് നമ്മൾ യൂസ് ചെയ്യണേ. സോ IP ടേബിൾ അല്ലെങ്കിൽ സിസ്റ്റം കൺട്രോൾ അങ്ങനത്തെയൊക്കെ ബേസിക് ആയിട്ട്, അതായത് ബേസിക് ഒരു IP-നെ തടയാനായിട്ട് നിങ്ങളുടെ സെർവറിൽ തന്നെ നിങ്ങൾക്ക് IP ടേബിൾ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ IP ടേബിൾ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനാണ്. അത് ഇന്ന IP-നെ ബ്ലോക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് ആ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനാണ് അതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ IP കിട്ടി. അപ്പോൾ ആ IP-നെ മാത്രം നമ്മൾ ബ്ലോക്ക് ചെയ്താൽ മതി. അപ്പോൾ അതാണ് നമ്മളിവിടെ പറയണത്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആ IP മാത്രം ബ്ലോക്ക് ചെയ്യണം. അത് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ആ കമാൻഡ്. അപ്പോൾ IP ടേബിൾ സ്പേസ് ഇപ്പം -A ആണ് ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ, -A ഫോർ ബ്ലോക്കിംഗ്. ഇപ്പോൾ ബ്ലോക്ക് ചെയ്ത് ഇൻപുട്ട് -S, പിന്നെ ആ ബ്ലോക്ക് ചെയ്ത് ഏത് IP ആണ് 192.168 ആണ്, അതിനെയാണ് നമ്മൾ ബ്ലോക്ക് ചെയ്യണേ. ഇത് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് മാത്രം ഇത് ലോഡാകത്തില്ല, പക്ഷെ നിങ്ങൾക്ക് ഇത് ലോഡാവും. ഈ വെബ്സൈറ്റ് ഞാനിത് എൻ്റർ അടിച്ച് ഓക്കെ ആക്കി സെറ്റ് ചെയ്ത് ഞാൻ എൻ്റെ സെർവറിൽ സെറ്റ് ചെയ്തു. വൺസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കാളിയിൽ പോയി ആ വെബ്സൈറ്റ് ഒന്നുകൂടി ലോഡ് ചെയ്യാൻ നോക്കാം. കണ്ട കറങ്ങിക്കൊണ്ടിരിക്കുക, ലോഡാകത്തില്ല. ഞാനത് വേറെ സ്ഥലത്തും കൂടി ഒന്ന് പേസ്റ്റ് ചെയ്യാം. കണ്ട ലോഡാകുന്നില്ല. പക്ഷെ നിങ്ങളൊന്ന് ലോഡ് ചെയ്ത് നോക്കിയടാ, വെബ്സൈറ്റിൽ ലോഡാകുന്ന നോക്കിയേ. എനിക്കിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, നിങ്ങളൊന്ന് ലോഡ് ചെയ്ത് നോക്കിയേ. അപ്പം ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ അറ്റാക്കറുടെ IP ആ ലോഗിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ആ അറ്റാക്കറിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് അറ്റാക്കർമാർ മൾട്ടിപ്പിൾ സ്ഥലത്ത് ലൊക്കേഷനിൽ ഇരിക്കണേ. കാരണം ഒരു സ്ഥലത്ത് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലത്ത് DDoS നടക്കുന്നുണ്ട്. അതാണ് അറ്റാക്കർ ചെയ്യണേ. നോക്കിയിടാ, നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് ലോഡാകുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്താൽ മതി. കാരണം വെബ്സൈറ്റിൽ യാതൊരു പ്രശ്നം വരുന്നില്ല. കാരണം ഞാനിപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെബ്സൈറ്റ് ഓൺലൈനാണ്, ആക്റ്റീവ് തന്നെയാണ്. ലോഡാകുന്നുണ്ടോടാ വെബ്സൈറ്റ്? ബാക്കിയുള്ളവർക്ക് ലോഡാകുന്നുണ്ടോ? എനിവൺ ജസ്റ്റ് പോയാ വെബ്സൈറ്റ് പോയാ? ഞാൻ ആ ലിങ്ക് ഒന്നുകൂടി ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തുതരാം. ചാറ്റിലിട്ടാലും മതിടാ. വെബ്സൈറ്റ് ലോഡാകുന്നുണ്ടോ? ഓക്കെ, ഒരാൾക്ക് ലോഡായി. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ലോഡാകും. ഇനി എനിക്ക് ലോഡാകത്തില്ല. ഹാക്കറായ എനിക്ക് ലോഡാകത്തില്ല. കാരണം ആ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തേക്കണേ ആ സെർവറിൽ ഞാൻ ആ റൂള് സെറ്റ് ചെയ്ത്, അതായത് ഇന്ന IP ബ്ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കിട്ടും, എനിക്ക് മാത്രം ലോഡാകത്തില്ല.
സോ ഇത് ജസ്റ്റ് ഒരു സിമുലേഷൻ ആട്ടോ. ഇതിന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ വരണമെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. കണ്ട എനിക്കിപ്പോഴും ലോഡ് ആകുന്നില്ല. ഞാൻ ആ റൂള് മാറ്റുവാണെങ്കിൽ എനിക്ക് ലോഡാവും. ഇനിയിപ്പോൾ എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുക. സോ ഇതിന്റെ അഡ്വാൻസ്ഡ് വേർഷൻ ഇനിയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇനിയാണ് നിങ്ങൾ, കാരണം ഇതെന്ന് പറഞ്ഞാൽ ബേസിക്കാണ്. ബേസിക് എന്ന് പറഞ്ഞാൽ ഇത് സിമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസ്റ്റ്, അതായത് നിങ്ങൾക്ക് റഫായിട്ട് പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്. ഇതുകൊണ്ട് നിങ്ങൾ ലാബ് മറ്റേ മെയിൻ ആയിട്ട് റിയൽ വേൾഡിൽ എന്ന് പറഞ്ഞാൽ ഇതല്ല റിയൽ വേൾഡ്. റിയൽ വേൾഡിലാണ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം പഠിക്കേണ്ടത്. അത് നിങ്ങൾ റിയൽ ആയിട്ട് നിങ്ങൾ സൈബർ സെക്യൂരിറ്റി പഠിക്കുമ്പോഴാണ്. ഇത് ജസ്റ്റ് ഒരു ഡെമോ ലാബിന് വേണ്ടി. റിയൽ ആയിട്ട് ചെയ്യുമ്പോൾ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം ആണ്. അതൊരു കുറേ സമയം എടുക്കും ആ ലാബൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ. മീൻസ് അതൊരു അഡ്വാൻസ് ലെവൽ ഓഫ് ലാബാണത്. അത് നിങ്ങളുടെ കോഴ്സ് പോലെയാണ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം വരും. ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് അറ്റാക്കർ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ആ ലോഗ് അതിനകത്ത് ഫീഡാവും. ആ ലോഗ് ഫീഡായി കഴിയും. ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ ഉണ്ട്, ഇൻട്രൂഷൻ പ്രിവെൻഷൻ ഉണ്ട്. പ്രിവെൻഷൻ്റെ അകത്ത് ആ ലോഗ് അതേപോലെ ഓട്ടോമാറ്റിക്കലി ആയിട്ട് ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും പ്രിവെൻഷനിൽ. പിന്നെ കൂടാതെ തന്നെ എ ഐ വരുന്നുണ്ട്. എ ഐ മെഷീൻ ലേണിംഗ് വരുന്നുണ്ട്. എ ഐ മെഷീൻ ലേണിംഗ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ അറ്റാക്കറുടെ ഓരോ പാറ്റേൺ ഇത് മനസ്സിലാക്കും. എന്നിട്ട് മെഷീൻ ലേണിംഗ് വെച്ച് ട്രെയിൻ ചെയ്യിപ്പിച്ച് അത് ആ സിസ്റ്റത്തിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യും. സോ വൺസ് ആ അറ്റാക്കർ വീണ്ടും അതിനകത്ത് ബൈപ്പാസ് ചെയ്യാൻ നേരത്ത് അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ നേരത്ത് ആ പാറ്റേൺ മനസ്സിലാക്കി അറ്റാക്കറിനെ അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യും. നമ്മുടെ ഞാനിപ്പോൾ ചെയ്ത കമാൻഡും ഇങ്ങനത്തെ ചെയ്യേണ്ട യാതൊരു ആവശ്യം വരത്തില്ല. എല്ലാം എ ഐ തന്നെ നോക്കിക്കോളും. സോ അത് ഏറ്റവും അഡ്വാൻസ് ലെവലാണ്. സോ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് ഇതിന്റെ ഹയർ ആയിട്ട് പോകുമ്പോൾ നിങ്ങൾ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം ആണ് പഠിക്കേണ്ടത്. എങ്ങനെയാണ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം? വേറെ ഒന്നല്ല, ഡിഫൻസ് ആണ് മെയിൻ ആയിട്ട് ഇപ്പൊ ജോബുള്ള. അറ്റാക്കിങ്ങിന് ഭയങ്കര ലോ ആണ്. ജോബ് ഓപ്പർച്യൂണിറ്റി ഭയങ്കര കുറവാണ്. ഒരു കമ്പനിയിലാകെ 1-2 പേര് മതി. പക്ഷെ ഡിഫൻസിലെ ആളുകൾ ഭയങ്കര അത്യാവശ്യമാണ്. സോ ഡിഫൻസ് ആണ്. നിങ്ങൾ ജോലിക്ക് വല്ലതും നോക്കണവരാണെങ്കിൽ ഡിഫൻസ് മെയിൻ ആയിട്ട് തന്നെ നോക്കണം കേട്ടോ. അറ്റാക്കിങ് ജസ്റ്റ് ഇങ്ങനത്തെ ഡെമോ ലാബ് ചെയ്യാനും അല്ലെങ്കിൽ അങ്ങനത്തെ ചെയ്യാം. പക്ഷെ ഡിഫൻസ് ആണ്. എങ്ങനെ ഈ ലോഗ് കിട്ടി, എങ്ങനെയാണ് ലൊക്കേഷൻ ട്രേസ് ചെയ്യണേ, എങ്ങനെയാണ് ആ ലോഗിനകത്ത് എങ്ങനെയാണ് ആ മാൽവെയർ വല്ലതും കണ്ടുപിടിച്ചത്, അതൊക്കെ അതൊക്കെയാണ് പഠിക്കേണ്ടത്. കാരണം അതിനാണ് ജോലി സാധ്യത ഉള്ളത്. അറ്റാക്കിങ് വളരെ കുറവാണ് ജോലി. അറ്റാക്കിങ്ങിൽ ജോലി എടുക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ എടുക്കത്തുള്ളൂ. സോ ഡിഫൻസ് ആണ് ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും ഇതാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള മൊത്തം ലാബ് കേട്ടോ. അപ്പൊ ഇതോടെ തന്നെ നിങ്ങളുടെ ഇന്നത്തെ ടോപ്പിക്കും കംപ്ലീറ്റ് ഡെമോൺസ്ട്രേഷൻ ഞാൻ ഈ വെബ്സൈറ്റ് ഉണ്ടാക്കിയ ടെർമെക്സ് വഴി കേട്ടോ. അപ്പൊ ടെർമെക്സിന്റെ ഇൻസ്ട്രക്ഷൻ എല്ലാം ഞാൻ ഈ PPT കമാൻഡ്സും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും PPT വേണമെങ്കിൽ അക്കാഡമിക് ടീമിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇവിടുത്തെ സ്റ്റുഡന്റ് ഉള്ളവർക്ക് ഓൾറെഡി ഞാൻ വാട്സാപ്പിൽ ഇട്ട് തന്നേക്കാം PPTയും കാര്യങ്ങളൊക്കെ. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടോടാ? ഇപ്പൊ ഈ ലാബിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. DDoS എങ്ങനെ വെബ്സൈറ്റും എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്തേ, അങ്ങനെ ആ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? കാരണം ഇതിന്റെ ഹയർ വേർഷന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ ഹയർ വേർഷൻ പോവാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക് IDS ആണ്, ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം. അതാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഞാൻ എഴുതി തന്നേക്കാം. IDS ആൻഡ് IPS, ഇൻട്രൂഷൻ പ്രിവെൻഷൻ സിസ്റ്റം. ഇത് രണ്ടാണ് പറയണേ പഠിക്കേണ്ടത്. അപ്പൊ ഇത് രണ്ട് പഠിക്കുക. ഇതിന്റെ ബേസ് ചെയ്തുള്ള ലാബ് ചെയ്യുക. ഇതിന്റെ ബേസ് ചെയ്തുള്ള ലാബ് ചെയ്താൽ പിന്നെയാണ് ഇതിന്റെ ഹയർ ആയിട്ട് വരുന്ന മെഷീൻ ലേണിംഗ് ആൻഡ് AI. ഇത് വെച്ച് മെഷീൻ ലേണിംഗും AI യൂസ് ചെയ്ത് എങ്ങനെയാണ് ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത്. സോ പ്രൊജക്ട് ചെയ്യാം, മാക്സിമം പ്രൊജക്ട് ചെയ്യാൻ, ലിങ്ക്ഡിനിൽ അപ്ഡേറ്റ് ചെയ്യാം. അതൊക്കെയാണ് ഒരു വഴി എന്ന് പറഞ്ഞാൽ. പോർട്ട്ഫോളിയോ അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തെങ്കിലും ഡൗട്ടോ വല്ലതും ഉണ്ടോ? പിന്നെ ട്രൈ ഹാക്ക് മീ ലാബ്, അതാണ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ട്രൈ ഹാക്ക് മീ ലാബ് നിങ്ങൾ അതിനകത്ത് ഡെയിലി ഒരു ലാബ് വെച്ച് ചെയ്യുക. നിങ്ങൾ ബെസ്റ്റാണ് അത്. ഇങ്ങനത്തെ കുറേ ലാബും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ട്രൈ ഹാക്ക് മീ വെബ്സൈറ്റിൽ പോവാം. ഇതിനകത്ത് നിങ്ങൾ കുറേ ലാബ് കിട്ടും. ബിഗിനർ തൊട്ടങ്ങ് പോവാം, കുറേ ലാബ് കിട്ടും. നിങ്ങളുടെ സർവിച്ച് ആപ്ലിക്കേഷൻ യൂസ്ഡ് ഫോർ DDoS അറ്റാക്ക് ആപ്ലിക്കേഷൻ. കാളിയിൽ ഒരു ടൂളാടാ. ഞാൻ കാളിയുടെ ടൂളിന്റെ പേര് ഞാൻ അയച്ചു തരാം. HPing 3 എന്ന് പറഞ്ഞൊരു കമാൻഡായി യൂസ്. കാളിയുടെ അകത്ത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണത്. ഞാൻ ആ കമാൻഡ് ടൈപ്പ് ചെയ്യാം. നീ ഇത് വേറെ ഒരു വെബ്സൈറ്റിലും ചെയ്യില്ലട്ടോ, കാരണം ഇത് ഇച്ചിരി ഡേഞ്ചറുള്ള കമാൻഡായത്. അപ്പൊ അതിൽ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ നീ ഏതാ ടാർഗറ്റ് IP അഡ്രസ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ നീ ഇന്റേണലി വല്ല ലാബ് ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് വേണം ചെയ്യാൻ കേട്ടാ. ഈ ഒരു അറ്റാക്ക് പെർഫോം ചെയ്യാം കേട്ടാ. ഓടിച്ചെന്ന് വെബ്സൈറ്റിലൊന്നും ചെയ്യില്ല കേട്ടാ. കാരണം അവർക്ക് ഓൾറെഡി ഫ്ലാഗ് അടിക്കും, ലോഗിൽ വരും. നിന്റെ IPയും കാര്യങ്ങളും ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം അവരുടെ ലോഗിൽ വരും. സോ എപ്പോഴും നിങ്ങളുടെ ഇന്റർണൽ ലാബിൽ വേണം ഇങ്ങനത്തെ കമാൻഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കേട്ടാ. കാരണം ഈ കമാൻഡ് ഇപ്പോഴും പവർഫുൾ ആണ് വേറെ വെബ്സൈറ്റിലൊക്കെ ചെയ്യാൻ നേരത്ത്. സോ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ കേട്ടാ.
ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും? ഓക്കെ. അപ്പോൾ ഇവിടുത്തെ അക്കാഡമി എന്ന് പറഞ്ഞാൽ 2 കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യണേ. JEH ആൻഡ് CPT ആണ്. JEH ഒരു 20 ഡേയ്സ് കോഴ്സാണ്. അതിനകത്ത് മാക്സിമം ടെർമെക്സും യൂസ് ചെയ്തിട്ടാണ് നിങ്ങളെ കൊണ്ട് ലാബും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് ബേസിക് കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ അഡ്വാൻസിലോട്ട് വരുമ്പോഴാണ് CPT. CPTയിലാണ് ഒരു 3-4 മന്ത്സ് ആണ്. അതിൽ നിങ്ങൾക്ക് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ റെഡ് ടീം ഉണ്ട്, ബ്ലൂ ടീമിംഗ് ഉണ്ട്. ബ്ലൂ ടീമിംഗ് ആണ് മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ജോലി സാധ്യത അതിലാണ് കൂടുതലുള്ളത്. അത് കഴിഞ്ഞ് നിങ്ങളെ കൊണ്ട് പ്രോജക്ട്സും ചെയ്യിപ്പിക്കും കേട്ടോ. ലാസ്റ്റ് ഒരു മന്ത് പ്രോജക്റ്റും നിങ്ങളെ ലിങ്ക്ഡിൻ പ്രൊഫൈലും റെസ്യൂമെയും കൂടി ഒന്ന് ലാസ്റ്റ് മൊമെന്റിൽ, അതായത് ലാസ്റ്റത്തെ ഒരു മാസത്തിൽ അതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കും. പിന്നെ പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അക്കാഡമിക്കിലോട്ട് ചോദിക്കാം കേട്ടോ. അവരാണ് പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ അഡ്വൈസ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ വോയിസ് ചേഞ്ച് ചെയ്തു, എനിക്ക് വോയിസ് ലൈവ് കോൾ ചെയ്യാൻ പറ്റുമോ? അതിന്റെ ആപ്പ് ഉണ്ടടാ, അതിന്റെ ആപ്പ് ഉണ്ട്. അതിന്റെ ഒരു ആപ്പ് എങ്ങാണ്ടുണ്ട്, വോയിസ് ചേഞ്ചറോ അങ്ങനത്തെ എന്തോ ഒരു ആപ്പ് എങ്ങാണ്ടുണ്ട് അത്. പിന്നെ കൂടാതെ 11 ലാബ്സ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ്. ഒരു 5 മിനിറ്റ് കൂടെ സാർ കുറച്ചുകൂടെ ടിപ്സ് പറയാൻ പറ്റുമോ കുട്ടികൾക്ക്? ചോദിക്കാം അവർക്ക്. ചോദിക്കുക ആർക്കെങ്കിലും. ഇപ്പൊ ഒരു ചോദ്യം വന്നായിരുന്നു, വോയിസ് ചേഞ്ച് ചെയ്തു എനിക്ക്. അതിന്റെ ഒരു ആപ്പ് ഉണ്ടടാ. അപ്പൊ ആപ്പ് യൂസ് ചെയ്തിട്ട് അങ്ങനെ എന്താണ്ടൊക്കെ ഉണ്ട് അതിന്റെ. പിന്നെ കൂടാതെ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് മിക്കവാറും എല്ലാം പൈസ കൊടുത്തിട്ടുള്ള സോഫ്റ്റ്വെയർ എങ്ങാണ്ടാണ്. അല്ല ഫ്രീ വേർഷൻ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അല്ലെങ്കിൽ ക്രാക്ഡ് വേർഷൻ എങ്ങാണ്ടാണ് കൂടുതൽ കറങ്ങണേ. അപ്പൊ അങ്ങനത്തെ ഉണ്ട്, വോയിസ് ചേഞ്ച് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് അതിന്റെ. പക്ഷെ പൈസ കൊടുത്തുള്ള ആപ്ലിക്കേഷനാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഫ്രീ ആയിട്ടുള്ള വേർഷൻ കണ്ടിട്ടില്ല. പിന്നെ വേറെ നിനക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, വോയിസ് ചേഞ്ചർ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോന്ന് അറിയത്തില്ല. ഗൂഗിൾ കോലാബിൽ ഇങ്ങനെ ഒരു ലാബ് ഉണ്ട്. നിനക്ക് എപ്പോഴെങ്കിലും ഗൂഗിൾ കോലാബ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഇതിനകത്ത് വോയിസ് ചേഞ്ചറിന്റെ ഒരു ലാബ് തന്നെ ഉണ്ട്. ഇതിനകത്ത് എങ്ങനെയാ ചെയ്യേണ്ടത് അങ്ങനത്തെ കുറെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നീ ഒന്ന് തപ്പി നോക്കിയാൽ ചിലപ്പം കിട്ടുമായിരിക്കും. ഇതിനകത്ത് ഉണ്ടെങ്കിൽ ഉണ്ടേ ഉള്ളൂ. ഗൂഗിൾ കോലാബിൽ ഫ്രീ ആയിരുന്നു അത്. നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ ലാബ് ജനറേറ്റ് ചെയ്ത് വോയിസ് ചേഞ്ച് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടോന്ന് അറിയത്തില്ല. ഇപ്പൊ എല്ലാം ആപ്ലിക്കേഷൻ ഉണ്ട്, പക്ഷെ അത് പൈസ കൊടുത്തുള്ള ആപ്ലിക്കേഷനാണ്. ഞാൻ ഗൂഗിൾ കോലാബിന്റെ ലിങ്ക് അയച്ചുതരാം. വെയിറ്റ്. പെയ്ഡ് ആപ്പ് റിയൽ ടൈം വോയിസ് ചേഞ്ചർ ഉണ്ട്. വോയിസ് മോഡ് ഞാൻ ഇത് യൂസ് ചെയ്യാത്തുണ്ടടാ. 11 ലാബ് ഞാൻ കേട്ടിട്ടുണ്ട്. വോയിസ് ചേഞ്ചർ എന്ന് പറഞ്ഞ ഇത് നല്ല കേട്ടോ. 11 ലാബ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊന്ന് നോക്കട്ടോ. ഇതേ ഞാൻ വേറെ ഉണ്ടായിരുന്നു, പക്ഷെ വേറെ ആപ്പ് ഇതിനകത്ത് കാണിക്കുന്നില്ല. പക്ഷെ 11 ലാബ് കേട്ടിട്ടുണ്ട്. അവര് നല്ല കേട്ടാ. എനിക്ക് തന്നെ നോക്കട്ടാ ആദ്യം. അതായത് ജസ്റ്റ് പെയ്ഡ് വെർഷൻ, മറ്റേ ഫ്രീ വെർഷൻ നോക്കാം കേട്ടോ. പെയ്ഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നോക്കട്ടാ ഫ്രീ വെർഷൻ എല്ലാം ഉണ്ടോ എന്ന് നോക്ക്. ഓക്കേടാ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്, എന്തെങ്കിലും എന്താ പറയണേ, ജോബിന്റെ റിലേറ്റഡ് ആണെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ജോബ് ആണെങ്കിൽ നിങ്ങൾ മെയിൻലി നോക്കണം. വൺസ് നിങ്ങളൊരു സ്കിൽസ് ആണ് മെയിനായിട്ട് വേണ്ടത്. സർട്ടിഫിക്കേഷനും വേണം. സർട്ടിഫിക്കേഷൻ ഹയറുടെ ആവശ്യമില്ല. മീൻസ് അതായത് നിങ്ങളിപ്പം ചെയ്യുന്ന CPT ആയാലും മതി സർട്ടിഫിക്കേഷൻ. അപ്പൊ ആ സർട്ടിഫിക്കേഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോബ് കമ്പനീസ് ലിസ്റ്റ് ചെയ്യുക. അതായത് ലിങ്ക്ഡിനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ട് കമ്പനീസ് കിട്ടും. അപ്പൊ ആ കമ്പനീസിന്റെ പീപ്പിൾ സെഷനിൽ പോവാം. പീപ്പിളിൽ സൈബർ സെക്യൂരിറ്റി മാത്രം വർക്ക് ചെയ്യുന്ന കുറെ ആളുകൾ കിട്ടും. അവരെ ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് ചെയ്യുക, എങ്ങനെയാണ് എന്താ റെഫർ ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ. അപ്പൊ നിങ്ങളുടെ രീതിയിൽ തന്നെ ഇത് ടൈപ്പ് ഓഫ് റെക്കോണസൻസ് ആണ്. നിങ്ങളുടെ രീതിയിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ തപ്പിക്കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അവിടെ വരെ എത്തണമെങ്കിൽ നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ആവണം. കാരണം അത്രയ്ക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു മെസ്സേജ് ചെയ്ത് നിങ്ങൾക്ക് ധൈര്യത്തോടെ ചോദിക്കാൻ പറ്റത്തുള്ളൂ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ. അപ്പൊ വൺസ് നിങ്ങൾ മേജർ ആയിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ബെസ്റ്റ് പ്ലാറ്റ്ഫോം ഞാൻ ഇപ്പോഴും പറയാണ് ട്രൈ ഹാക്ക് മീ തന്നെയാണ്. ട്രൈ ഹാക്ക് മീ പോവാ, ഡെയിലി ഒരു ലാബ് ചെയ്താൽ മതി. ട്രൈ ഹാക്ക് മീ അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അതിന്റെ
എനിക്ക് ട്രൈഹാക്മിയിൽ ഞാൻ അത് ഇത്രയും എംഫസൈസ് ചെയ്യാനുള്ള കാരണം എനിക്ക് മിക്ക എല്ലാവരും റിക്രൂട്ടറിൻ്റെ ട്രൈഹാക്മിയുടെ റാങ്ക് കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് വ്യൂ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ യൂസർ നെയിം ആണ് നിങ്ങൾ നിങ്ങളുടെ റെസ്യൂമിൽ കൊടുക്കേണ്ടത്. അപ്പോൾ വൺസ് ആ യൂസർ നെയിം കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് നിങ്ങളുടെ റാങ്ക് കാര്യങ്ങളും അറിയാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ടോപ്പ് 5%, അതായത് ടോപ്പ് 1% ഒക്കെ ആണെങ്കിൽ നിങ്ങൾ സുഖമായിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, ജോബ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്ര വരെ എത്തണമെങ്കിൽ നിങ്ങൾ ഏകദേശം അതായത് ടോപ്പ് 5% ഞാനിപ്പോൾ നേരത്തെ 1 ആയിരുന്നു, ഇപ്പോൾ കുറേ നാളായിട്ട് ചെയ്യാത്തതുകൊണ്ടായിരുന്നു. അപ്പം ഇത്രയും എത്തണമെങ്കിൽ നിങ്ങൾ ഏകദേശം ഇത്രയും ലാബ് ഓരോ ഡെയിലി ഓരോ റൂം വെച്ച് ചെയ്യണം. ഓരോ റൂം എന്ന് പറഞ്ഞാൽ ഒരു ലാബാണ്, ടൈപ്പ് ഓഫ് അറ്റാക്സ് ആണ്. അപ്പോൾ ആ അറ്റാക്സ് പെർഫോം ചെയ്യുക ഏകദേശം ഇത്രയും അറ്റാക്ക് ഒരു എന്താ ലാബ് തന്നെ ചെയ്യുമ്പോൾ തന്നെ 2-3-4 മണിക്കൂർ എടുക്കും, ഒരു ദിവസം തന്നെ പോകും മിക്കാറ് ബിഗിനർ ആണെങ്കിൽ. പക്ഷെ അതൊരു പ്ലസ് പോയിന്റാണ്, കാരണം നിങ്ങളുടെ റാങ്കും നിങ്ങളുടെ ബാഡ്ജും കാര്യങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കും. അപ്പം മിക്ക കമ്പനീസ് ഇപ്പൊ ട്രൈഹാക്മിങ് കൂടി ചോദിക്കുന്നുണ്ട്, അതായത് അവരുടെ റാങ്ക് എത്ര നിങ്ങളുടെ. അപ്പൊ അത് ഒരു ബേസിക് ആയിട്ട് എടുത്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ കേട്ടോ. അപ്പൊ ഇത് സീരിയസ് ആയിട്ട് ഇറങ്ങണവര് കറക്റ്റ് ആയിട്ട്, അതായത് ഇന്ന് തന്നെ ട്രൈഹാക്മിൽ പോവാ. ഫ്രീയാ, ലാബ് എല്ലാം ഫ്രീയാ, പ്രീമിയം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഫ്രീ ആയിട്ടാണ് ലാബ് എല്ലാം ഉള്ളത്. ലാബ് ചെയ്യുക, സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, അങ്ങനെ. പിന്നെ ഒരു കറക്റ്റ് ഒരു ഇതിനു വേണ്ടി ഒരു 3 മാസം മതി, ശരിക്കും 3-4 months മതി കറക്റ്റ് ഒന്ന് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ. ഓക്കെ, ഫോട്ടോ വെച്ച് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫൈൻ ചെയ്യാൻ വെച്ച് ഇല്ല. ഇൻസ്റ്റാഗ്രാം നമുക്ക് എത്രയായാലും മൊത്തം സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ക്ലോണിങ് മാത്രമേ പറ്റത്തുള്ളൂ. ഇൻസ്റ്റാഗ്രാം ക്ലോണിങ് ചെയ്ത് യൂസർ നെയിം പാസ്വേഡ് എടുക്കാനേ അങ്ങനെയൊക്കെ ഫിഷിംഗ് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലാതെ ഫോട്ടോ വെച്ച് ഇൻസ്റ്റാ അക്കൗണ്ട് ഫൈൻഡ് ചെയ്യണ അങ്ങനത്തെ ഇപ്പോൾ സെക്യൂരിറ്റി ഭയങ്കര കൂടി ഇൻസ്റ്റാ, കാരണം മെറ്റയുടെ അകത്താണ് വരുന്നത്. ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, മെറ്റ എന്ന് പറഞ്ഞാൽ ഇപ്പം ഏറ്റവും കൂടുതൽ അവർ റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന അവരുടെ സെക്യൂരിറ്റി ഫീച്ചറുകളാണ്. ഓരോ മാസം കഴിയുമ്പോൾ അവരുടെ സെക്യൂരിറ്റി ഫീച്ചറുകൾ കൂടിക്കൊണ്ടിരിക്കുക. പണ്ടത്തെ പോലെയല്ല. പണ്ടെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഫിഷിംഗ് ലിങ്ക് വഴി യൂസർ നെയിം പാസ്വേഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റും. മൊബൈൽ നമ്പർ വെച്ചും പറ്റില്ലയോ? ഇല്ല. ഇൻസ്റ്റാഗ്രാം ഭയങ്കര സെക്യൂറായി, ഒരു ചാൻസും ഇല്ല. ഓക്കെ, വേറെ എന്തെങ്കിലും ഇടാ? ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി കിട്ടാൻ പോകുന്നില്ല നിങ്ങൾക്ക്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിനെ പറ്റി അറിഞ്ഞിട്ടും അത് ഫിഷിങ് 2-3 പഠിച്ചിട്ട് അതുകൊണ്ടൊന്നും ജോലി കിട്ടത്തില്ല. ജോലി കിട്ടണമെങ്കിൽ സ്കിൽസ് അറിയണം, ഡിഫൻസ് പഠിക്കണം നിങ്ങൾ. അതാ, ഡിഫൻസ് പഠിക്കണം, സ്കിൽസ് അറിഞ്ഞിരിക്കണം. ഇങ്ങനത്തെ ഡിഫൻസിലെ കുറച്ചിട്ടുള്ളൂ. ഞാൻ ഇന്ന് പറഞ്ഞ വയർ ഷാർക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ തന്നെ 2-3 മാസത്തെ കോഴ്സ് ഉണ്ട്, അത് മാത്രം പഠിക്കാനായിട്ടുള്ളത്. അത് നെറ്റിൽ അവൈലബിളും കൂടിയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കുകയും ചെയ്യാം, ഇവിടുത്തെ ക്ലാസ്സിലും ഉണ്ട്. സോ അതിന് വേണ്ടി മാത്രമായിട്ട് ഡെഡിക്കേറ്റഡ് ക്ലാസ്സും ഉണ്ട് വയർ ഷാർക്ക്, അങ്ങനെ മാൾവെയർ എങ്ങനെ കണ്ടുപിടിക്കുക. സോ അതാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഫിഷിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റോം ബ്രേക്കർ ആണ് ടൂൾ എന്ന് പറഞ്ഞാൽ. സ്റ്റോം ബ്രേക്കർ, സീ ഫിഷർ, ഈ 2 ടൂളാണ് മെയിൻ ആയിട്ടുള്ളത്. അതൊന്നും എന്ന് പറഞ്ഞാൽ ജോലി കിട്ടത്തില്ല, അത് ജസ്റ്റ് പഠിക്കാന്നല്ലാതെ അത് വെച്ചൊന്നും ജോലി കിട്ടത്തില്ല. ഡിഫൻസ് പഠിക്കാൻ എന്താണ് നോക്കേണ്ടത്? ഡിഫൻസ് പഠിക്കാൻ മേജർ വയർ ഷാർക്ക് മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും. ജോബ് ഓറിയന്റഡ് കോഴ്സസ് നോക്കുന്നവരിവിടെ സ്റ്റേ ചെയ്യാട്ടോ. അവർക്ക് ഇന്ന് അതിനെ കുറിച്ച് ഒരു ചെറിയൊരു റിവ്യൂ പറയുന്നുണ്ട്. ഓക്കെ, ഒരു സെക്കൻഡ് കൂടി സാർ. എന്താ മഷൂദെ, വയർ ഷാർക്ക് ആട്ടാ മെയിൻ ആയിട്ട്. വയർ ഷാർക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. വയർ ഷാർക്ക് അതിന്റെ ട്രൈഹാക്മിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ ലാബും കാര്യങ്ങളൊക്കെ കിട്ടും. വയർ ഷാർക്ക് ജസ്റ്റ് ഇതിനകത്ത് സെർച്ചിൽ പോയാൽ മതി. സെർച്ച് പോയി കഴിഞ്ഞാൽ നിനക്ക് വയർ ഷാർക്കിന്റെ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് കിട്ടും കേട്ടാ. പിന്നെ കൂടാതെ നമ്മുടെ CPT ബാച്ചിലും ഉണ്ട്. അപ്പം നീ ടൈം കിട്ടുവാണെങ്കിൽ ഒന്ന് നോക്കിയേരാട്ടാ. അപ്പൊ ഇതിനകത്ത് വയർ ഷാർക്ക് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പൊ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ഉണ്ടാവും. വയർ ഷാർക്ക് 101 ബേസിക്സ് കാര്യങ്ങൾ എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പൊ പറ്റുവാണെങ്കിൽ ഫ്രീ ടൈം കിട്ടുമ്പം ട്രൈഹാക്മി ബെസ്റ്റ് ആണ് നിങ്ങളുടെ സ്കിൽസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ. പിന്നെ മെന്ററിംഗ് ആയാലും ഞാനും ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പൊ അതോടെ എനിക്കൊന്ന് വേറെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഞാൻ ജസ്റ്റ് ചോദിക്കണം, വയർ ഷാർക്കിന്റെ ഇതിപ്പോ ജോബ് സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് മഷൂദെ ഇപ്പം ഇവിടെ നിന്ന് കിട്ടുന്ന CPTയോ അതായാലും മതി. കാരണം സ്കിൽസ് ആണ് വേണ്ടത്. ഇവിടെ ഉണ്ട്, രണ്ടും ഉണ്ട്, അറ്റാക്കിംഗ് ഉണ്ട്, ഡിഫെൻസിങ് ഉണ്ട്. അപ്പൊ രണ്ടും പഠിക്കുക.
പിന്നെ മാക്സിമം സ്കിൽസ് ആണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. കാരണം സർട്ടിഫിക്കറ്റ്സ് വൺസ് കിട്ടിക്കഴിഞ്ഞാൽ സ്കിൽസ് ഇല്ലെങ്കിലാണ് പ്രശ്നം വരുന്നത്. അപ്പൊ അല്ല ജോബില് ഓൾറെഡി പോകുമ്പോഴാണ് ഒരു ഇതിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. സ്കിൽസും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ സ്കിൽസും കൂടി ഡെവലപ്പ് ചെയ്യണം. സ്കിൽസ് നോക്കാൻ ഇപ്പൊ നമ്മൾ ട്രൈ ഹാക്ക് മീ പിന്നെ വേറെ ഏതാണ്? അത് മതി, ജസ്റ്റ് അത് മതി. സ്കിൽസ് ബെസ്റ്റ് ആണത്. അതിനകത്തൊരു 100 ലാബ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏകദേശം ഒരു മിഡ് ലെവലായി സ്കിൽസ് ഡെവലപ്പ് ചെയ്ത്. അത് മാത്രം മതി, അത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. നിങ്ങൾ ചെയ്യാടാ, ഗൈഡ് ചെയ്ത് തരാം. ജോൺ ദ റിപ്പർ എന്ന് പറഞ്ഞ എല്ലാം അതിനകത്തുണ്ട്. ട്രൈ ഹാക്മിന്റെ ഓരോ ലാബിൽ ചെയ്യുമ്പോൾ ഓരോ മീൻസ് ഓരോ ലെവലാ അത്. അപ്പൊ ജോൺ ദ റിപ്പറും വയർ ഷാർക്ക് അതെല്ലാം അതിനകത്തുണ്ട്. അപ്പൊ വൺസ് നീ ഗ്രാജുവലി പോവാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ബ്രേക്ക് ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് എല്ലാം ജമ്പിളായിട്ട് വരുന്നത്. പക്ഷെ എല്ലാം ഓർഡറിൽ പഠിക്കുമ്പോഴാണ് നമുക്ക് ഇപ്പൊ ജോൺ ദ റിപ്പർ, വയർ ഷാർക്ക് അതൊക്കെ എന്ന് പറഞ്ഞാൽ കൂട്ടിക്കുഴച്ച് കഴിഞ്ഞാലാണ് പ്രശ്നം വരുന്നത്. പക്ഷെ ഒരു ഓർഡറിൽ പോവാണെങ്കിൽ കറക്റ്റ് ആയിട്ട് പോയിക്കോളൂ. എന്തായാലും ഉണ്ടല്ലോ, ക്ലാസ്സിലുണ്ടല്ലോ, ഞാൻ എന്തായാലും പറഞ്ഞുതരാടാ. താങ്ക് യു. അല്ല ഞാനിപ്പോ ഈ പറഞ്ഞില്ലേ, അപ്പൊ ഇവിടെ കേറി വന്നിരിക്കണേ. അറിയാം റീച്ചായി. അപ്പൊ ഞാൻ എന്തായാലും പകൽ സമയങ്ങളിലൊക്കെ വെറുതെ ഇങ്ങനെ ചൂണ്ടിട്ടിരിക്കുന്നു. എന്തായാലും ലാബ് വരാടാ, എന്തായാലും ലാബ് വരാം കേട്ടോ. ആയിക്കോട്ടെ. ഓക്കെ സാർ. ഓക്കെ. ഇവിടെ പിന്നെ ക്യുനൈറ്റ്സിന്റെ കോഴ്സ് എടുക്കാത്തവരും ജോബ് ഓറിയന്റഡ് കോഴ്സ് അല്ലെങ്കിൽ ഇതേപോലത്തെ സ്കില്ല് പഠിക്കണം താല്പര്യമുള്ളവർ ഇവിടെ സ്റ്റേ ചെയ്യട്ടോ. അല്ലാത്തവരൊക്കെ ലീവ് ചെയ്തോളും. നമുക്ക് ഈ കോഴ്സിന്റെ ഒരു ഓവർവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്, ലൈക്ക് ഇതിന്റെ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എങ്ങനെ പഠിക്കണം എന്നുള്ളവര് ഞാനും ലീവ് ചെയ്യട്ടെ സാറ്? സാർ ലീവ് ചെയ്തോളൂ. ഓക്കെ, അതായത് പിന്നെ ഇതൊക്കെ എങ്ങനെ ചെയ്ത് പഠിക്കണം,